വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. മോനെ ഇന്ന് നല്ല ചെടികടാന്ന് വാക്യം വായിച്ചോണം. ഇന്ന് വാക്യം വായിച്ച് ഊപ്പാട് വരും. അപ്പം ഞാനും അത് കരുതി കൂട്ടിയാ വന്നേക്കുന്ന വായിച്ചോണം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ദൈവത്തിന്റെ ശബ്ദം. 29-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 150 സങ്കീർത്തനം 5 പുസ്തകങ്ങളായിട്ടാണ് തരംതിരിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ സിംഹഭാഗ സങ്കീർത്തനങ്ങളും ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. പിന്നീട് എഴുതിയത് ആസാഫിന്റെ ചില സങ്കീർത്തനങ്ങളുണ്ട്. ലേവി ഗോത്രത്തിൽ കോരയ്ക്ക് കുലത്തിൽ ബേരക്യാവിന്റെ മകനാകുന്ന ആസാഫിനാൽ എഴുതപ്പെട്ട ചില സങ്കീർത്തനങ്ങൾ. ശലോമോനും ഒരു സങ്കീർത്തനം ഇതിനകത്ത് തരുവാൻ ഇടയായി. മാത്രമല്ല, ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തിൽ ഇസ്രായേൽ മക്കൾ മനം നൊന്നപ്പോൾ അഹരോന്റെ അനുജനാകുന്ന പടയനിമിത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ വിലപ്പെട്ട പ്രാർത്ഥനയാണ് നമുക്കറിയാം 90-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് ഹെഡിങ്ങിലില്ലെങ്കിൽ വേദപണ്ഡിതാക്കൾ പറയുന്നത് മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ച യോശുവയാണ് 91-ാം സങ്കീർത്തനം എഴുതിയത് എന്നാണ് ചിലരുടെ അഭിപ്രായം. പിന്നീട് ഈ കോരകന്റെ പുത്രന്മാർ 3 പേരൂടെ ചേർന്ന് അവരാരൊക്കെയാണ് എഴുതിയെന്ന് തിട്ടമില്ലെങ്കിലും കോരക പുത്രന്മാരെന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവര് 2-3 പേരുണ്ടായിരുന്നു. കോരകന്റെ 3 പേര് മക്കള്. മോനെ 6:24 വായിച്ചേ പിള്ളേരുടെ പേര്. പുറപ്പാട് പുസ്തകം 6:24. കോരകന് 3 പിള്ളേരാണ്. ഒന്ന് വായിച്ചേ. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫ്. അതാ 3 കോരകന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫ്. അപ്പോൾ ഇവര് 3 പേരോട് ചേർന്ന് സങ്കീർത്തനം രചിച്ചു എന്നാണ് പറയുന്നത്. കോരക പുത്രന്മാരുടെ സങ്കീർത്തനം. പിന്നെ യെദുഥൂൻ എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്. യെദുഥൂൻ അത് ദാവീദിന്റെ കാലത്ത് ആലയത്തിൽ പാട്ട് പാടാനായിട്ട് നിയമനം കൊടുത്തു. 2ാമത്തെ നിയമനത്തിൽ ദാവീദിനെ തലവനാക്കിയെന്ന 16:4 വായിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16:4. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇന്ന് വാക്യത്തിന്റെ അയ്യര് കളിയാ. അപ്പൊ അത് കാരണം അമ്പാച്ചൻ ഇന്നലെ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്പാച്ചൻ്റെ അത്ര ഒക്കത്തില്ലെങ്കിലും ഏറെക്കുറെ അടുത്ത് നിൽക്കണം. അതിനാ 16:4 വായി. ഒരു കണ്ണിക തുടങ്ങുന്നില്ല. അവൻ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ. ഇസ്രായേലിനെ ദൈവത്തിന് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ. അപ്പോൾ അതിന്റെ തലവൻ ആസാഫായിരുന്നു. പിന്നെ താഴോട്ട് യെദുഥൂന്, ഹേമാന് ആദിയായ ചില പ്രിയപ്പെട്ടവരും കൂടെ നിയമനം കൊടുത്തു. അതിലൊരാളാണ് യെദുഥൂൻ. യെദുഥൂനാൽ എഴുതിയ സങ്കീർത്തനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരുകൾ പറയാത്ത ധാരാളം സങ്കീർത്തനം, അജ്ഞാന സങ്കീർത്തനം, ആരോഹണ സങ്കീർത്തനങ്ങൾ, അവരോഹണ സങ്കീർത്തനങ്ങൾ, ശാപ സങ്കീർത്തനങ്ങൾ, മശിക സങ്കീർത്തനങ്ങൾ, ഇടയ സങ്കീർത്തനങ്ങൾ, പ്രേമ സങ്കീർത്തനങ്ങൾ, പിന്നെ ചെല്ലു പറഞ്ഞ കല്യാണ സങ്കീർത്തനം 45. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സങ്കീർത്തനങ്ങളുടെ നീണ്ട പട്ടിക. ഇതെല്ലാം വേർപെട്ട ദൈവമക്കളുടെ ശുശ്രൂഷ സന്ദർഭങ്ങളിൽ സങ്കീർത്തന പാരായണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വിശേഷിച്ച് ഒരു വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ സാധാരണ 45-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ശുശ്രൂഷയ്ക്ക് ഒരു ഭൂഷണമാണ്. അതുപോലെ ഒരു ശവസംസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ സമയവും സന്ദർഭവും നോക്കി 90-ാം സങ്കീർത്തനം വായിച്ച് ആ നടത്തിപ്പുകാർക്ക് നിയോഗം ലഭിക്കുന്ന അനുസരിച്ച് അതിൽ നിന്ന് 1-2 വാക്യങ്ങളെടുത്ത് സംസാരിക്കുന്നത് ദുഃഖിതരായിരിക്കുന്നവർക്ക് പ്രത്യാശ വർദ്ധിക്കാൻ ഉതകുന്നൊരു സങ്കീർത്തനം. ആ 90. ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് അവകാശമായി തന്ന കുഞ്ഞിനെ ഒന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിച്ച് ചെയ്യുന്നത് ആ ശുശ്രൂഷയ്ക്ക് ഒരു അനുഗ്രഹമാണ്. മക്കളൊക്കെ തരുന്ന ഈ അവകാശം, ഉദരബലം, ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം, അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് തന്നെ ആവനാടിക്ക് നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണ്. ദൈവം നമുക്കൊരു വീട് തന്നു. കർത്താവിന്റെ വരവ് വരെ മരണം വരെ മഞ്ഞും മഴയും മറ്റ് ദോഷങ്ങൾ ഏശാതി ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ഇവിടെ പാർക്കുവാൻ യോഗ്യമായിട്ടൊരു ഭവനം അത്യാവശ്യമാണ്. ആ ഭവനം തരുമ്പോൾ അതിൻ്റെ കയറി പാർക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. നിന്റെ കൈയുടെ അധ്വാനബലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ ഉറക്കെ പറ
നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്, ദൈവം അറിയുന്നു, നിന്റെ വീട്ടിനകത്ത്. എന്നാൽ ഇത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നത് ശുശ്രൂഷയ്ക്കൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ നാം ഒരു യാത്ര പോവുക, ദൂരയാത്രയോ വിദൂര യാത്രയോ വിദേശയാത്രയാകട്ടെ, അപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ നടത്തിപ്പുകാരോട് പറയും, ദൈവദാസനെ ഞാൻ ചൊവ്വാഴ്ച 12 മണിക്ക് വൈകിട്ട് 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, പാസ്റ്റർ നേരത്തെ വന്ന് പ്രാർത്ഥിച്ച് എന്നെ വിടണം. അത് അതിൻ്റെ ഓർഡർ, ആരും അറിയാതെ ഉണ്ടയിട്ട് പോകരുത്. അവിടെ ചെന്ന അവസാനം അറബി നിനക്ക് ജോലിയും തന്നില്ല, പരുവക്കേടായിട്ട് പിന്നെ ഇവിടെ തിരിച്ച് വരേണ്ട ഗതികേട് വരരുത്. അപ്പോൾ ആ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ ദൈവമക്കളോടും ദൈവദാസൻ വിസിറ്റിങ്ങിനാന്നേ അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ വിസിറ്റിങ്ങിനാണ് പോകുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കണം ജോലി കിട്ടാൻ, ദൈവം നിനക്ക് ജോലി തരും. നീ ആരോട് പറയാതെ ഉണ്ടയിട്ട് പോകും, തിരിച്ചുണ്ടയിട്ട് വീട്ടിൽ വന്ന് 3 മാസം വെളിയിൽ ഇറങ്ങാതിരിക്കേണ്ട ഗതികേട് വരും. അപ്പം അത് വരരുത്. ആ നടത്തിപ്പുകാരോടൊന്ന് പറഞ്ഞ് സഭയായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നിന്നെ വിടുന്നത് വളരെ അനുഗ്രഹമാണ്. അപ്പോൾ ഒരു സങ്കീർത്തനം വായിക്കുന്നത് നല്ലതാണ്. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഞാൻ സൂചിപ്പിച്ചത് സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് അല്ലെങ്കിൽ പാരായണം ചെയ്ത് പ്രാർത്ഥിച്ച് ശുശ്രൂഷിക്കുന്നത് നമ്മുടെ വേർപെട്ട ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല ഇപ്പോഴാ സാധാരണ കണ്ടുവരാത്ത, പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ ഞായറാഴ്ച സഭായുഗത്തിന് സാക്ഷ്യം യോഗമുണ്ട്, സാക്ഷി യോഗം. അത് ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറും ഒക്കെ എടുക്കും. ചിലയിടങ്ങളിൽ ഉപദേശിമാർക്ക് ഇഷ്ടമാണ്, പ്രസംഗിക്കണ്ടല്ലോ അധികം, അപ്പനും അമ്മയും നിന്ന് സമയം അങ്ങ് എടുത്തോളും. പിന്നെ പാസ്റ്റർക്ക് പറഞ്ഞാൽ മതി, സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അവർക്കും രക്ഷയാണ്, എല്ലാവർക്കും അല്ല ചിലർക്ക്. അപ്പം പണ്ടൊക്കെ അങ്ങനെ സാക്ഷിയോഗം നടക്കും. അപ്പോൾ സാക്ഷിയോഗം നടക്കുമ്പോൾ ചില അമ്മച്ചിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാട്ടും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് സാക്ഷിയോഗത്തിന് കൊടുക്കുമ്പോൾ ചില പഴയ അമ്മമാർ 2 ശീല് പാട്ടുമൊക്കെ പാടിയായിരുന്നു നിൽക്കുന്നത്. അതൊരു അനുഗ്രഹമാണ്. ഇപ്പോഴത്തെ വട്ടുപാട്ടൊന്നുമല്ല, നല്ല പാട്ടുകൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു മനോസുഖം ഉണ്ടാകും, പഴയ അമ്മമാർ. അപ്പം ഞാൻ അങ്ങനെ ഒത്തിരി പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ അമ്മമാര് പാട്ടുമൊക്കെ പാടി എഴുന്നേറ്റിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ചിലർക്ക് ചിലപ്പം ബോധ്യപ്പെട്ട് കാണും. ചില അമ്മച്ചിമാർ പറയും, കഴിഞ്ഞ ആഴ്ച രോഗമായിരുന്നു, ക്ഷീണമായിരുന്നു, വളരെ ബുദ്ധിമുട്ടി, എഴുന്നേക്കാൻ പോലും വയ്യാതെ ശനിയാഴ്ച രാത്രി വരെ കിടക്കുകയായിരുന്നെങ്കിൽ ഞായറാഴ്ച ആരാധന മുടക്കണ്ടെന്ന് ഓർത്ത് ഞാൻ ഒരു തരത്തിൽ ഒത്തിയും ചാടിയും താത്തിയും കയറിയാക്കി അയിത്തറ്റം വന്നത്. സ്റ്റെപ്പ് കയറിയപ്പോഴും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ കഥപ്പായിരുന്നു, എന്നാലും പുറകെ വന്നെങ്കിൽ ഇരുന്ന് വയ്യായിരുന്നു. പക്ഷേ ആ പാട്ടും ആരാധന കഴിഞ്ഞ് പാസ്റ്റർ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചത് എന്നോടുള്ള ദൂത, ഞാൻ ബലപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് സാക്ഷ്യം പ്രസ്താവിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സങ്കീർത്തന ശുശ്രൂഷ ക്ഷീണിതയായ രോഗിയായ തളർന്നു വന്ന അമ്മയ്ക്ക് വളരെ ബലമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് സങ്കീർത്തന പാരായണത്തിനും ശുശ്രൂഷകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി സങ്കീർത്തനത്തിൽ നിന്നാ വായിച്ച്, ഇപ്പം ഭ്രാന്ത് പിടിച്ച കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, സങ്കീർത്തനൊന്നും വായിക്കരുതെന്ന. ഇവനെല്ലാം വെളിവുകേടാ. നല്ല ബുദ്ധി ഉണ്ടാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇവനെല്ലാം വെളിവുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ സങ്കീർത്തനം വായിക്കണ്ട, പടിയിൽ നിന്നും തൊട്ടേക്കരുത്. ഒരുത്തൻ പറഞ്ഞ് കീറി കളയാൻ പറഞ്ഞു, ഒരുത്തൻ പറഞ്ഞ് ഇത് കുത്തിക്കെട്ടിയതാരെന്ന്, അവൻ അതാ അറിയേണ്ടത്. എന്നാൽ ഇത് വായിച്ചവൻ ഗുണമാകുകയല്ല, അവന് കുത്തിക്കെട്ടിയതാരാന്നറിയണം. ഞാൻ പറഞ്ഞ് അവനെ കുത്തിക്കെട്ടാതിരിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്നാ ചെയ്യാനാ? എടാ പൊട്ടാ, ഈ വേദപുസ്തകം, ഈ 66 പുസ്തകം, ഇത് മുഴുവനും പ്രതിപാദ്യ പുരുഷൻ ക്രിസ്തുവാണ്. എതിലേ പോയാലും ഏത് അധ്യായത്തിൽ കൂടെ കയറിയാലും അതിനകത്ത് അവൻ പ്രശോഭിച്ചു നിൽക്കുന്നയാൾ യേശു ക്രിസ്തുവാണ്. അത് വിവരമുള്ളവർ വായിക്കുകയും ധ്യാനിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അത് വെളിപ്പെടും. വിവരദോഷിയാകുന്ന നീ ഇത് മിണ്ടായിരിക്കുന്ന നല്ലത്. അപ്പോൾ ഈ ഏതാ പരിലസിക്കുക? വേദപണ്ഡിതാക്കൾ പറയുന്നത് പോലെ ശരീരത്തിന്റെ ഏത് ഭാഗം മുറിച്ചാലും ചോര വരുന്നത് പോലെ ഈ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗത്ത് കൂടെ പോയാലും അവിടെ എല്ലാം നിലനിൽക്കുന്ന ഒരുവനേ ഉള്ളൂ, നസറയനാകുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു മാത്രം ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തോ ഭാഗ്യമുള്ളോ, പ്രിയരേ നാമെന്തോ ഭാഗ്യമുള്ളോ. നാഥന്റെ കാഴ്ചവെച്ചു നാൾതോറും പിന്തുടരാൻ മാതൃകയായി അല്ല നാഥന്റെ കാഴ്ചവെച്ചു നാൾതോറും പിന്തുടരാൻ മാതൃകയായി നല്ല മാതൃകയായി ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തോ ഭാഗ്യമുള്ളോ, പ്രിയരേ നാമെന്തോ ഭാഗ്യമുള്ളോ.
കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. മോനെ, ഇത് ഈ മൈക്ക് മേളിൽ നിൽക്കണം. എൻ്റെ ശബ്ദം അത്ര നല്ലതല്ല, പാട്ടും നല്ലതല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാൽ ഇത് മേളിൽ നിൽക്കണം. അപ്പം ഇതെല്ലാം ഇവർക്ക് ഞാൻ അവസരം കൊടുക്കും വായിക്കാൻ. അന്നേരം അത് വോളിയം കൂട്ടണം. അത് കഴിയുമ്പം താക്കണം. പേരെങ്ങനെ? വിനോദ്. രക്ഷിക്കപ്പെട്ടാന്നേ ഇല്ലേ? ഇതെല്ലാം ഒപ്പിച്ച നരകത്തിൽ പോകരുത്. ഈ സെറ്റ് ഇനിയും മാർക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല, രക്ഷിക്കപ്പെട്ടോണം. മൈക്ക് ഇനിയും വോളിയം കുറച്ചാലും രക്ഷിക്കപ്പെടണം. യേശു മാത്രം രക്ഷിതാവും, മറ്റൊരുത്തൻ രക്ഷയില്ല. ഞാൻ പിന്നെ പിടികൂടാ. ഇത് കഴിഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ അറിഞ്ഞതും ആരാധിക്കുന്നതും സേവിക്കുന്നതുമായ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. ഈ ശുശ്രൂഷ അതിന് ഇടയായി തീരട്ടെ. നമ്മുടെ ഭാഗത്തേക്ക് വരാം. 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. ഇത് ഇച്ചിരി ഇങ്ങോട്ട് വെക്കുകയാണ് അല്ലേ? പൊടിക്ക് ഇങ്ങോട്ട് അല്ലെ, ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. നമ്മളിന്നൊരു ധാരണ സ്തോത്രം മതി, നിങ്ങൾ കുഴപ്പമില്ല. അവർക്ക് എന്നാൽ ഇച്ചോട്ട് ഇങ്ങോട്ട് നിൽക്കും. പിന്നെ അത് ഈ മിക്കടത്ത് ചെന്നാൽ ഈ പാട്ടുകാർ അവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, പ്രസംഗിക്കുന്നവർക്ക് ചെയ്യുകയല്ല. അപ്പോൾ ഇത് രണ്ടു പേർക്കും വേണം. ഇവരും വേണം, ഞാനും വേണം. എന്നാലേ യോഗമാവുകയുള്ളൂ. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ ഈ ശവസംസ്കാരം നടക്കുന്നിടത്ത് ഇപ്പം സംഗീത ശുശ്രൂഷ ചെയ്യുന്നതിന് എതിരല്ല, അവർക്ക് മാത്രമേ വെക്കുള്ളൂ. പ്രസംഗിക്കുമ്പോൾ നമുക്കത് സുഖം വരികയില്ല. അപ്പം ഇത് രണ്ടും വേണം. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ ഇത് രണ്ടും കൂടെ ശരിയായെങ്കിലേ ശുശ്രൂഷ നന്നാകുള്ളൂ. അപ്പം ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. മുഖത്തൊരു തെളിയാതെ പിന്നെ പറയണ്ടേ എന്നോട്. അപ്പോൾ 29-ാം സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ചു. മിക്കവാറും ഇത് തന്നെ ഇന്ന് നടക്കുകയുള്ളു. ഒന്നുകൂടെ വായിച്ചു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. അതിനോട് ഇപ്പം നന്നായി. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. രക്ഷിക്കപ്പെട്ടോണേ, ഇതെല്ലാം നന്നാക്കി വെച്ച. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. ഈ വേദപുസ്തകം പിടിച്ചാൽ ദൈവം പല നിലകളിലാണ് നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ ഓർപ്പിക്കാറുണ്ട്, വളരെ ശക്തമായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും, ശാന്തമായിട്ടും ദൈവം സംസാരിക്കും. എന്നാൽ വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ ഒരു കുഴപ്പടിയാ പതുക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ പറയും, ഓ ദൈവം ഒന്നുമല്ല, ദൈവം തമ്മിൽ. ചില ദൈവദാസന്മാരെ എനിക്കറിയാം, വളരെ ശാന്തമായിട്ട്, എന്നെ പോലൊന്നുമല്ല, ആ പുൾപ്പിറ്റിൻ്റെ അവിടെ നിന്ന് വളരെ മാന്യമായിട്ട്, വളരെ ശാന്തമായിട്ട്, വളരെ ശബ്ദം കുറച്ച്, വളരെ ലളിതമായിട്ട്, ശാന്തമായിട്ട് നിന്ന് പറയും. എന്തോ നല്ല ദൂതാണെന്നറിയാമോ, വചനം ഇങ്ങനെ അടുക്കടുക്കായിട്ട് പറയും. പക്ഷെ നമ്മുടെ പെന്തിക്കോസുകാർ ചില ആൾക്കാർ പറയും, ഓ കൃപയൊന്നും ഉള്ള ആളല്ല. എങ്ങനെ ഉണ്ടാണ്? കുഴപ്പമില്ലെന്നാലും ഒരു. എന്നാൽ നമ്മുടെ ഇടയിൽ ചില ആൾക്കാരുണ്ട്, വചനത്തിൽ നിന്നൊന്നും പറയാം, ചുമ്മാ അങ്ങ് അലമുറയും വെപ്രാളൂ. എന്നതാണോ മൈക്ക് എടുത്തോണ്ട് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നത്, നേരെ നിൽക്കുന്ന പെണ്ണുങ്ങളെ തള്ളി താഴെ കിടന്ന് മേരി പൊത്തുവന്ന് വീടുന്നു, കറിയായിരുന്ന കസാര എടുത്ത് അടിക്കുന്നു. എന്നതാണോ വെള്ളവും കുപ്പിയെടുത്ത് എറിയോ ഒഴിക്കുവോ, എന്നതാ പാട്ട് പിടിച്ചില്ല. നമ്മൾ പറയും തീയായിരുന്നെന്ന്. പുള്ളി എന്നാ പ്രസംഗിച്ചേ? അതൊന്നുമില്ല, കത്തലായിരുന്നെന്ന് പറഞ്ഞു. എന്തുവാടാ കത്തുന്നേ? അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, ശക്തമായിട്ടും ദൈവം നമ്മോട് ഇടപെടും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ കൊത്ത ശബ്ദം. പ്രൈസ് ദ ലോർഡ്. ശക്തമായിട്ട് ദൈവം നിന്നോട് ഇടപെടും. ഈ സങ്കീർത്തനത്തിലെ വാക്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച്, വേർപെട്ട ദൈവമക്കൾ ഇങ്ങനെ കൺവെൻഷൻ യോഗങ്ങൾ ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കും. ഇന്ന് 2 പേര് പ്രാർത്ഥിച്ചു, ചിലടത്ത് 2-3 പേര് പ്രാർത്ഥിക്കും. അത് ആളിന്റെ അനുസരിച്ചാ. അപ്പോൾ നടത്തിപ്പുകാർ പറയും, ഇപ്പോൾ മഹായോഗത്തിന്റെ അനുഗ്രഹത്തിന് 3 കർത്തൃദാസന്മാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അതെല്ലാം അടുക്കടുക്കായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ
ഞാൻ ശ്രദ്ധിക്കാനുണ്ട് ചിലർ പ്രാർത്ഥന കർത്താവേ കാലാവസ്ഥ അനുകൂലമാക്കി മൈക്ക് ലൈറ്റ് സൗണ്ട് എല്ലാം നന്നായി വർക്ക് ചെയ്യുന്നു. കായിക സംഘത്തെ അനുഗ്രഹിക്കണമേ, ദേശനിവാസികളെ അനുഗ്രഹിക്കണമേ, ദേശത്തോട് ദൈവം ഇടപെടണമേ, വടക്കിനോട് തരികാന്ന് തെക്കിനോട് തടുത്തു വെക്കാൻ അരുളി ചെയ്ത കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുത്തണം. നിന്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം, മരത്തിന്റെ തോലിരിക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, അങ്ങനെയുള്ള അടുക്കടുക്കായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കും. നടുക്കുന്ന ശബ്ദം. അപ്പോൾ വളരെ ശക്തമായിട്ട് ദൈവം നമ്മോട് ഇടപെടും. അതാ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള, അങ്ങനല്ലേ മോനെ? 1-ാം അധ്യായത്തിലെ 12 മുതൽ വായിച്ചു. മേളിലെ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 13-ാം വാക്യം, തിരിഞ്ഞപ്പോൾ 7 പൊന്നിലോക്കളെയും 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്ക ധരിച്ച് പൊൻകച്ച കെട്ടുവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. അടുത്ത വാക്യം, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. ഡൈ ചെയ്തെന്നല്ല, അത് വേറൊരു വിഷയം, പോട്ടെ. മോൻ വായിച്ചു. കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും പിന്നെ കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. പിന്നെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. അവിടുത്തെ തിരുശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇന്ന് രാത്രി ആ ശബ്ദവും ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുക. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. ആ ശബ്ദം ഇന്ന് രാത്രി നിന്നോട് ഇടപെടാൻ പോകുക. കരമുറുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. വളരെ വെള്ളത്തിന് ഇരച്ചിൽ കാത്തതും ശവക്കല്ലറയിൽ നിന്നും വെള്ളിയെ മരിച്ചോട്ടുയർത്തു വരുവാനായി തക്ക വല്ലഭമുള്ളതും എള്ളിയ ജനം ചെവിക്കൊള്ളുവതുമായി വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പിൻ. വളരെ വെള്ളത്തിന് ഇരച്ചിൽ കൊത്തതും ശവക്കല്ലറയിൽ നിന്നും വെള്ളിയെ മരിച്ചോട്ടുയർത്തു വരുവാനായി തക്ക വല്ലഭമുള്ളതും എള്ളിയ ജലം ചെവിക്കൊള്ളുവതുമായി വലിയ ഗംഭീര ശബ്ദമുള്ളോനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. വളരെ ശക്തമായിട്ട് ദൈവം നമ്മോട് ഇടപെടും. വളരെ ശക്തമായിട്ട്, ഗംഭീര ശബ്ദം. അതുപോലെ തന്നെ ശാന്തമായിട്ടും ദൈവം ഇടപെടും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് വായിപ്പിക്കുന്നില്ല. ഏലിയാവ് ഗുഹയ്ക്കകത്തിരിക്കുക. അപ്പോൾ ഒരു ശബ്ദം, മൃദുവായൊരു ശബ്ദം, വളരെ ശാന്തമായിട്ട്, ഏലിയാവേ നിനക്ക് ഇവിടെ എന്താ കാര്യം? യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഒരു മന്ദസ്വരമെന്നാണ്, വളരെ മന്ദമായിട്ടൊരു സ്വരം. അപ്പൊ ശാന്തമായിട്ടും ദൈവം ഇടപെടും, ശക്തമായിട്ടും ഇടപെടും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എങ്ങനെ ദൈവം സംസാരിച്ചാലും ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിച്ചോണം. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ ഇടപെടുമാറാകട്ടെ. അപ്പോൾ യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. എന്താണ് ഈ കാദേശ് എന്ന വാക്ക്? വിശുദ്ധമെന്നാണ്. ഖാദേശ് യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം, ദൈവം വിശുദ്ധം എന്ന് എണ്ണിയ സ്ഥലം, ദൈവത്തിന് വിശുദ്ധം. അതാണ് ഖാദേശ്, യഹോവയ്ക്ക് വിശുദ്ധം. ശ്രദ്ധിക്കുക, ഈ ഖാദേശിന് പണ്ട് ഒരു പേരുണ്ടായിരുന്നു. പേര് ഏൽ മിഷ്പാത്ത് എന്ന. ഏൽ മിഷ്പാത്ത് വായിച്ചേ മോനെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്ത്. ഉൽപ്പത്തി 14:6 പെട്ടെന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി 14:6. ശവേകിരിയാത്തമയിലെ സേമീർ വലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവൻ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്തിൽ വന്ന്. അപ്പൊ ഏമിരെയും സയീർ മലയിലെ ഹോരിരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ് കാദേശ് എന്ന ഏൽ മിഷ്പാത്ത്. അപ്പോൾ കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. ശ്രദ്ധിക്കുക, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ന്യായവതികളുടെ സ്ഥലം എന്ന. ന്യായവതികളുടെ സ്ഥലം. ഈ അർത്ഥം വരാൻ കാരണം നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്മറാബേൽ, അരിയോക്ക്, കെദല്ലായ, മോർതീദാൽ ആദിയായ ബാബിലോണി ചായവുള്ള 4 പേര്, ബേര, ബൃഷ, ശിനാബ്, സോവർ ആദിയായ സോദോമ്യ ചായവുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. നല്ല കുഴിയല്ല, കീൽക്കുഴി, ഓയിൽ കുഴി.
പുള്ളി ഓയിൽ കൂടി പോയി, പലരും ചെതറി ഓടി. ഒരുത്തന് എതിർച്ചയാ ഓടി വന്ന എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ളയിട്ടു. പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ 2 പെൺകുട്ടികൾ സർവ്വസമ്പത്തും തട്ടിക്കൊണ്ടുപോയി. അന്ന് അബ്രഹാം മമ്രയുടെ തോപ്പിൽ പാർക്കുക. മമ്ര എന്നുള്ളത് ഒരു അമോര്യനാ. അവന് 2 സ്നേഹിതന്മാരുണ്ട്, ആനേറും യഷ്കോലും. അങ്ങനെ മമ്രെ, ആനർ, യഷ്കോൽ തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികൾ. അങ്ങനെ 318 3 321 അബ്രഹാമിനെയും കൂടെ കൂട്ടി 322 പേര്. വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം നല്ല കണക്കാ. അങ്ങനെ കണക്കൊപ്പിച്ച് അബ്രഹാം യുദ്ധത്തിന് പോയി. ഈ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. ജയിക്കാനുള്ളതിന്റെ പ്രഥമ കാരണം പറയാം, വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസി. അതിങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കാം, വീണ്ടും ജനനം പ്രാപിച്ച 318. ഗുണം വരാത്തവനെ എല്ലാം കൂടെ നമ്മൾ തട്ടിച്ചോണ്ട് നടന്ന അവസാനം നീയും കുഴയും അവനും കുഴയും, മൊത്തം കുഴയും. കുഴയ്ക്കാവുന്നതിന്റെ പരമാവധി കുഴച്ച് അവൻ മുങ്ങുകയും ചെയ്യും. മനസ്സിലായോ? ഗുണമുള്ളവനുമായിട്ട് പോയാൽ നിനക്കും കുഴപ്പം വരികയില്ല, അവനും കുഴപ്പം വരികയില്ല, അനേകരുടെ കുഴപ്പം മാറുകയും ചെയ്യും. അപ്പൊ ഈ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 ഇവരെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. അങ്ങനെ അബ്രഹാം ജയിച്ചു വന്ന് ശിഷ്ടമുള്ള ജനത്തെ അബ്രഹാം നിഗ്രഹിച്ചു. അത് പഴയ നിയമം പ്രമാണം വെച്ച നിഗ്രഹിച്ചു. അപ്പൊ ഇവര് ചത്തൊടുങ്ങിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ന്യായവിധിയുടെ സ്ഥലം എന്ന അർത്ഥം. എന്താ ഇത് പറയാൻ കാര്യം? നമ്മോടുള്ള ബന്ധത്തിൽ ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം ന്യായവിധിക്ക് അർഹരായി പോയവരാ. അല്ല, ശരിയായ പഠിപ്പീര് വെച്ച് പറഞ്ഞാൽ ശിക്ഷാവിധിക്ക് അർഹരായി പോയവരാ. എന്നാൽ കാൽവറിയിലെ സ്നേഹം നമ്മെ തേടിയെത്തി. ഒരു കണ്ണിന് പോലും ദയനോനാഥ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ പിശാചിന്റെ പിടിയിൽ നാശകന്റെ കയ്യിൽ അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച എന്നെയും നിങ്ങളെയും യേശു രക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. ആ കാൽവറിയിലെ ദിവ്യ സ്നേഹം നമ്മെ തേടിയെത്തി. ഒരു കണ്ണിന് പോലും ദയനോനാഥ തിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് ഈ താണലോകത്തിലേക്ക് സ്വർഗ മഹിമകൾ വിട്ട് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്നേഹം നമ്മെ തേടിയെത്തി. ആ സ്നേഹത്താൽ നാം രക്ഷിക്കപ്പെടുവാനിടയായി. യേശുവിനെ ഉള്ളത്തിലേറ്റെടുക്കുവാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, ഈ മാർഗത്ത് വരുവാൻ ദൈവം ഭാഗ്യം നൽകി. അത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റണം. ഇന്ന് മിക്കവാറും നടക്കുമെന്ന് തോന്നുന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണമെന്ന്. അവർ എന്തിന്? ദൈവം നമ്മെ രക്ഷിച്ചു, ദൈവം നമ്മെ വീണ്ടെടുത്തു. സ്തോത്രം. പത്രോസ് പറയുക, വ്യർത്ഥവും പുതൃഭാര്യന്മാരുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. ആ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. തന്റെ ജീവൻ തന്നെയാണ് എന്നെ നടത്തുന്നതും, തന്റെ ജീവൻ തന്നെയാണ് എന്നെ നടത്തുന്നതും. തന്നെയും തന്റെ കഷ്ടം പാടുകൾ തൻ മരണം, തന്നെയും തന്റെ കഷ്ടം പാടുകൾ തൻ മരണം. തൻ പുനരുത്ഥാന ശക്തിയും ഞാൻ നന്നായി അനുഭവിച്ചിന്നും മണങ്ങും, തൻ പുനരുത്ഥാന ശക്തിയും ഞാൻ നന്നായി അനുഭവിച്ചിന്നും മണങ്ങും. കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി അവൻ പാപത്തിന്റെ അധീനതയിൽ, പാപത്തിന്റെ പിടിയിൽ, പാപത്തിന്റെ നീർച്ചുയിൽ അകപ്പെട്ടു പോയി കിടക്കുന്ന എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ കരേറും, എങ്ങനെ വിടുതൽ പ്രാപിക്കുമെന്ന് ചിന്തിച്ച് ഭാരത്തോടിരിക്കുന്ന വ്യക്തികൾ ആരെയും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ
സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ഈ രക്തം വിലയേറിയ രക്തമാണ്, ഇത് നിർമ്മല രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, ഇത് സംസാരിക്കുന്ന രക്തമാണ്, ഇത് പുണ്യാക രക്തമാണ്, ഇത് ജയം തരുന്ന രക്തമാണ്, ഇത് പാപമില്ലാത്ത രക്തമാണ്. മാത്രമല്ല ഈ രക്തം വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുക നമുക്ക് ജയം തരുന്ന രക്തമാ. എബ്രായ ലേഖനത്തിൽ പഠിക്കുമ്പോൾ ആരാധനയ്ക്ക് നമ്മളെ സജ്ജരാക്കി തീർത്ത രക്തം, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കിന്റെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്തു. ആ പരിശുദ്ധ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, തീർത്ഥയാത്ര കൊണ്ടോ, തീർത്ഥാടനങ്ങൾ കൊണ്ടോ, എന്തെങ്കിലും കൊടുത്തത് കൊണ്ടോ, മേടിച്ചത് കൊണ്ടോ, ചെയ്തത് കൊണ്ടോ, പ്രവർത്തിച്ചത് കൊണ്ടോ അവൻ രക്ഷിക്കപ്പെടാൻ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. അവൻ ഇന്ന് രാത്രി പറ, യേശുവേ ഞാനൊരു പാപിയായി എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപത്തെ ക്ഷമിച്ചവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തലും രക്ഷയില്ല. അങ്ങനെയാണ് നമ്മളെ വീണ്ടെടുത്തുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ശിക്ഷാവിധിക്ക് പോയ എന്നെയും നിങ്ങളെയും കാൽവരിയിലെ സ്നേഹത്താൽ വീണ്ടെടുത്ത് നമ്മളെ വിശുദ്ധരാക്കി. അതാണ് കാദീശ്. നമുക്ക് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്ന പല വിശേഷ പദങ്ങളുണ്ട്. ആമേൻ. വിശുദ്ധ സഹോദരന്മാര്, അതുപോലെ സ്വർഗീയ വിളിക്ക് സ്വർഗീയ വിളിയുള്ളവർ, വിശുദ്ധ സഹോദരന്മാർ, മാത്രമല്ല സഹോദര വർഗം, മാത്രമല്ല ദൈവമക്കൾ, ഇങ്ങനെ പല കാൺമീന്ന ദൈവമക്കൾ. വേറൊരു 1-2 പദങ്ങളുണ്ട്. പ്രവാസികളും പരദേശികളും നമുക്ക് തന്നിരിക്കുന്നൊരു പദമാണ് പരദേശി. ഇങ്ങനെയൊക്കെ നല്ല വിശേഷ പദങ്ങൾ നമ്മളെ അഭിസംബോധന ചെയ്ത് ഓർപ്പിക്കാറുണ്ട്. ആവർത്തനത്തിലുണ്ട് ശ്രേഷ്ഠജാതി. ഇതുപോലെ ശ്രേഷ്ഠജാതി ഏതുള്ളെന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. അതാണ് പൗലോസ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ നമുക്ക് അറിവുള്ള വാക്യം അവിടെ വായിച്ച മോനെ 4 മുതൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ 10 കൂട്ടം കാര്യമാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1-ന്റെ 4 മുതൽ വായിച്ചേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുക. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ നാലോട്ട് വരുമ്പോൾ 10 കൂട്ടം കാര്യം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, നീതീകരണം, ഉന്നയമനം, അച്ചാരം, നൽവരും, അനുഗ്രഹം, അവകാശം, ഇങ്ങനെ 10 കൂട്ടം കാര്യം പറഞ്ഞിട്ട് 15-ാമത്തെ വാക്യം മുതൽ പൗലോസിന്റെ ശ്രദ്ധമേറിയ പ്രാർത്ഥനയാ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവാകുന്ന യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തതിന്റെ പ്രാർത്ഥന നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമാവാൻ തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരയേണ്ടതിനും നിങ്ങളുടെ കൃതികതെറ്റി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അത് പൗലോസിന്റെ ശ്രേഷ്ഠമേറിയ പ്രാർത്ഥന. അപ്പോൾ ഈ ഭാഗത്തെല്ലാം തിരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, നീതീകരണം, മുൻനിയമനം, അച്ചാരം, നൽവരം, അവകാശം, മുദ്ര എന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മളെ വീണ്ടെടുത്തു. ആർക്കും ഒരു സന്തോഷമില്ല. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇളക്കുമെന്നൊന്നും ഓർക്കണ്ട. വേണേ ഇളകിയാൽ മതി. എന്തായാലും കൊള്ളാം, യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പോൾ ശിക്ഷാവിധിക്ക് അർഹരായി പോയ എന്നെ നിങ്ങളെ യേശു രക്ഷിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഓർക്ക പറ, ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ. ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. പാടാം 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 നാം പുത്തൻ പാട്ടുകൾ. ഓ നമ്മെ പോലെ നന്മ ലഭിച്ചവർ മണ്ണിലില്ലല്ലോ. നമ്മെ പോലെ നന്മ ലഭിച്ചവർ, നമ്മെ പോലെ നന്മ ലഭിച്ചവർ മണ്ണിൽ. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ, ആമേൻ സ്തോത്രം, യേശുവിനെ നമുക്ക് രക്ഷകനായി കിട്ടി. നമുക്ക് നിത്യജീവൻ ലഭിച്ചു. അതാ ഏറ്റവും വലിയ നന്മ. നമുക്ക് നിത്യതയിലെത്താം.
ഇത് കൂടുതൽ എന്നാ നന്മ ദൈവം ചെയ്യാനാ? അപ്പോൾ അങ്ങനെ ന്യായവിധിക്ക് ശിക്ഷാവിധിക്ക് അർഹരായി പോയ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് തിരഞ്ഞെടുത്ത് ദൈവമക്കളാക്കി വിശുദ്ധരാക്കി. അതാണ് കാദേശ്. യഹോവയ്ക്ക് വിശുദ്ധം, ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം. അങ്ങനെയുള്ള കാദേശ് മരുഭൂമി നടുങ്ങി. അതാണ് സങ്കീർത്തനത്തിൽ വായിച്ചത്. എന്തുകൊണ്ടാണ് ഇത് നടുങ്ങാൻ കാരണം? ശ്രദ്ധിക്കുക, ഇവിടെ വചനത്തിൽ നല്ല തിട്ടമുള്ളവരായിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അത്ര അനങ്ങാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളിരിക്കുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. എനിക്കറിയാം ഒക്കുന്നുണ്ടോ, തെറ്റുന്നുണ്ടോ, പോയിന്റ് വല്ലതും മാറുന്നുണ്ടോ. നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കാണും. 10-30 വർഷമായിട്ട് ഈ ശ്വാസമല്ലേ ശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അഥവാ തെറ്റ് കാണാൻ നിങ്ങൾ ഒപ്പിച്ചേച്ച് പോകണം. അങ്ങനെ വേണം. നമുക്ക് എല്ലാവരും കൂടെ ചേർന്നാണ് ഒപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ദൈവം വിശുദ്ധീകരിച്ച സ്ഥലം അതാണ് കാദേശ്. ഈ കാദേശിനെ പറ്റി പഠിക്കുമ്പോൾ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കാദേശ്. വായിച്ചേ മോനെ, ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത്. ആവർത്തനം 2:13 മുതൽ താഴോട്ട്. ഇപ്പോൾ എഴുന്നേറ്റ് സേരേദ് തോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേദ് തോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറഞ്ഞിന്ന് പുറപ്പെട്ടത് മുതൽ സേരേദ് തോട് കടക്കുമുരിയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെ യഹോവ ഇവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയെന്നാ പറയാൻ ബുദ്ധിമുട്ടെങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. മുടിഞ്ഞു പോയി. പിന്നെ എഴുതിയിരിക്കുക, അവര് മുടിഞ്ഞു തീരുന്നത് വരെ. 13 മുതൽ ഒന്നുകൂടെ വായിച്ചു. ഇപ്പോൾ എഴുന്നേറ്റ് സേരേദ് തോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരേദ് തോട് കടന്ന നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേരേദ് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ വരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പോൾ എഴുന്നേറ്റ് സരേദ് തോട്ട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സരേദ് തോട്ട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറഞ്ഞെന്ന് പുറപ്പെട്ടത് മുതൽ സരേദ് തോട്ട് കടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരം. അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഈ 38 കൊല്ലം കൊണ്ട് യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞു പോയെന്ന. ഇവര് മുടിഞ്ഞു തീരുന്നത് വരെ ഇവരെ നശിപ്പിക്കുവാൻ യഹോവയുടെ കൈ പാളയത്തിൽ ഇവർക്ക് വിരോധമായിരുന്നെന്ന്. അപ്പോൾ ഈ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇവര് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയം അടിച്ചാ വന്നത്. 42 ഇടങ്ങളിൽ പാളയം അടിച്ചു. സാധാരണ 42 പാളയമാ പറയുന്നത്. പക്ഷേ ശരിക്കും പഠിച്ചാൽ 48 പാളയമുണ്ട്. അപ്പൊ 8 ഏതാന്ന് ചോദിച്ചാൽ അടിച്ചെടുത്ത് വീണ്ടും കൊണ്ട് ദൈവം അടിപ്പിച്ചു. അത് ഞാൻ സമയമുണ്ടേ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 48 പാളയം മൊത്തം. സാധാരണ കണക്ക് 42. മിസ്രയീമിലെ റമസേസ് മുതൽ റമസേസ് സുക്കോത്ത്. അതാരാ കാട്ടിനകത്തിരിക്കുന്നത്? ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാലും ഇവിടെ നിന്ന് വചനം കേൾക്ക്. നമ്മുടെ വീടാന്നാ പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് പോകരുത്, തീർന്നേച്ചേ പോകാവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 42 പാളയമാ. മിസ്രയീമിലെ റമസേസ് മുതൽ അങ്ങോട്ട് തുടങ്ങി. റമസേസ്, സുക്കോത്ത്, ഏതാര്, പീതാര്, ചെങ്കടല്, അക്കരെ, ഷൂറ്, മാറ, എലീം, അർണോൻ, അതിന്റെ കിഴക്കേ ചെരിവ് താഴോട്ടിറങ്ങി യോർദാന്റെ ഇങ്ങനെ സൈഡിൽ കൂടി വരെ കടക്കി. പിന്നെ മരുഭൂമി കൂടെ ചുറ്റി ഫെലിസ്തീനദേശത്തൂടെ കയറ്റി ഇറക്കി. പിന്നെ അർണോൻ മുതൽ അർണോൻ തോട് വരാക്കി. ഇങ്ങനെ 42 പാളയമാണ്. അപ്പൊ പാളയം അടിച്ചടിച്ച് ഇങ്ങോട്ട് വന്ന് ഒടുവിൽ വന്നു കയറുന്ന പാളയമാണ്. ഒടുവിലത്തെ പാളയത്തിൽപ്പെട്ടതാണ് ഈ നമ്മൾ വായിച്ച ഈ സ്ഥലം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാദേശ് പറഞ്ഞ. അപ്പൊ കാദേശ് പറഞ്ഞ ഇന്ന് പുറപ്പെട്ടു മുതൽ സരേദ് തോട്ട് കടക്കുമ്പോൾ ഒരു കാലം 38 സംവത്സരം. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെ യഹോവയോട് സത്യം ചെയ്ത് പാളയത്ത് മുടിഞ്ഞു പോയെന്ന ഓർപ്പിച്ചല്ലോ. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലം ആ കാദേശം. ഈ കനാൻ എന്ന് പറഞ്ഞാൽ ഉലകത്തിൽ ഏറ്റവും നല്ല സ്ഥലമാണ്. ഏദൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമായിരുന്നു കനാൻ. പഠിക്കുന്നവർക്കറിയാം, കനാന് 4 അതിരാ. കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്, പടിഞ്ഞാറ് കടലും മലയും കൂടാ. ഇതിന് പല പേരുകളുണ്ട്. കനാൻ നാട്, പലസ്തീൻ, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, വിശുദ്ധ നാട്. ഈ പേര് വരാൻ കാര്യമുണ്ട്. കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് കനാൻ എന്ന പേര് വന്നത്. കനാന് ഏതാണ്ട് 11 പിള്ളേരാ. ഇതെല്ലാം നോഗയുടെ കൊച്ചുമക്കളാണല്ലോ. നോഗയ്ക്ക് എത്രയാ? ഇത് കണ്ടോണ്ടെങ്കിലും പറ. നോഗിന്റെ തനയരാം യാബെത്തും ഷേമും ഹാമും 3 എണ്ണം.
നോഹിന്റെ ധനകരാം യാബേത്തും യേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും. സാറ് കൊടുത്ത പ്രയോഗമാണ്. അപ്പൊ 3 പേര് ഷേം, ഹാം, യാബത്ത്. അതിൽ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഫെലിസ്തീനും കനാന്യരും. മോൻ ചടികടന്ന് വായിച്ചു തരാമോ? ഉൽപ്പത്തി പുസ്തകം 10:6, 10:1, 10:6, 10:13, 10:14, 11:10, 12, 14, 16, 18, 20, 22, 24, 26, 27 മുതൽ താഴോട്ടും. ആദ്യം 10:1 വായിരും. ഉൽപ്പത്തി. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫെത്ത്. നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫെത്ത് 3 പേര്. ഇനി ശേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. 11:10 വലത്തുവശത്ത് മേളിൽ 11:10. ശേമിന്റെ വംശപാരമ്പര്യമാവിത്. ശേമിന് 100 വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിൻപ് 2 സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ അവൻ ശാലേഖനെ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖന് അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 വയസ്സായപ്പോൾ അവൻ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായപ്പോൾ അവൻ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 വയസ്സായപ്പോൾ അവൻ ശെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് 30 വയസ്സായപ്പോൾ അവൻ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 അവൻ വയസ്സായപ്പോൾ തേരകിനെ ജനിപ്പിച്ചു. 26-ാം വാക്യം. തേരകിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. ഇനി അബ്രാമിന്റെ പാരമ്പര്യമായി 27-ാം വാക്യം വായിച്ച തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരക് അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായി ഊര് വെച്ച് തന്റെ അപ്പനാകുന്ന തേരകിന്റെ മുന്നേ മരിച്ചുപോയി. അബ്രാമിൻ നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും പുത്രൻ ഹാരാന്റെ പുത്ര തന്നെ. സാറ മച്ചിയായിരുന്നു, തലമുറ ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം. തേരക് തന്റെ മകനാകുന്ന അബ്രാമിനെയും ഹാരാന്റെ മകൻ തന്റെ പുത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായം കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായി ഊരിൽ നിന്ന് കനാൻ ദേശത്ത് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. തേരകിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക് ഹാരാനി വെച്ച് മരിച്ചു. അതിനെ പതുക്കെ പറഞ്ഞു, പേടിയാണ്. തേരക് ഹാരാനിൽ വെച്ച് മരിച്ചു. പിന്നെ ഞാനും മരിക്കും, മോനും മരിക്കും, ഇരിക്കുന്ന എല്ലാം മരിക്കും. മരിക്കുന്നതിന് മുന്നേ വിനോദ രക്ഷിക്കപ്പെട്ടോണം. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം പിരിയുമ്പോൾ അതിനല്ല ജനം പൊട്ടിച്ചാരം. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം പിരിയുമ്പോൾ അതിനല്ല ജനം പൊട്ടിച്ചാരം. ശലോമോനു അറിയുവാൻ കഴിഞ്ഞില്ലതാലെ, ശലോമോനു അറിയുവാൻ കഴിഞ്ഞില്ല. പരനെ വേഗം ചരണമാക്കി മരുവിടണം ധരണിയിൽ നീ. പരനെ വേഗം ചരണമാക്കി മരുവിടണം ധരണിയിൽ നീ. മനുജ നീ ദാനമതു നിനയാതെ മനുജ, നിന്റെ ദാനമതു നിനയാതെ മനുജ. വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലെ, വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലെ, വിടരുന്നു പല നിറ അതിൽ പൊട്ടിച്ചാല്. ശലോമോനു അറിയുവാൻ കഴിഞ്ഞില്ലതാലെ, ശലോമോനു അറിയുവാൻ കഴിഞ്ഞില്ലതാലെ. പരനെ വേഗം ചരണമാക്കി മരുവിടണം ധരണിയിൽ. പരനെ വേഗം ചരണമാക്കി മരുവിടണം ധരണിയിൽ. മനുജ നീ ദാനമതു നിനയാതെ മനുജ, നിന്റെ ദാനമതു നിനയാതെ മനുജ നീ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും മരിക്കും. അപ്പൊ ഇത് അബ്രാമ്യ പാരമ്പര്യം. നോഹയ്ക്ക് 3 മക്കള്, ശേമ, ഹാമ, യാബത്ത്. ഷേമിന്റെ 10-ാം തലമുറ അബ്രഹാം. ഇനി 2-ാമത്തവൻ ഹാം. 6-ാം വാക്യം വായിച്ച 10:6. ഹാമിന് 4 പിള്ളേര്. 10:6. ഹാമിന്റെ പുത്രന്മാർ കൂശ്, ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. സ്തോത്രം. അതിൽ 4 പേരിൽ ഇനി മിസ്രയീമിന് 6 പിള്ളേര്.
13 വാക്യം 13 മിസ്രയീമോ ലുദ്ദീം അനാമീം ലഹാബീം നഫ്തുഹീം പത്രൂസീം കസ്ലൂഹീം. അപ്പൊ 6 പേര്. മിസ്രയീമോ ലൂദീം അനാമീം ലഹാബീം നഫ്തൂഹീം പത്രൂസീം കത്ലൂസീം 6 പേര്. ഇവരിൽ നിന്ന് ഫെലിസ്ത്യര് 14 വാക്യം വായിച്ചേ. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ. ഇതാണ് ഫെലിസ്ത്യ ചരിത്രം. ഇനി കനാന് 11 പിള്ളേര്. 15 വാക്യം വായിച്ചേ. കനാൻ തന്നെ ആദിജാതനായ എണ്ണിക്കോണം. കനാൻ തന്റെ ആദിജാതനായ കനാൻ 11. സീദോൻ, ഹേത്ത്, യെബൂസ്യൻ, അമോര്യൻ, ഗിർഗശ്യൻ, ഹിവ്യൻ, അർക്കിയൻ, സീനിയൻ, അർവാദ്യൻ, സമാര്യൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. 11 മതിയല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കനാന്റെ സന്തതികൾ വന്ന് കൈയടക്കി കുടിയേറിയ സ്ഥലമാണ് കനാൻ നാട്. അതുകൊണ്ടാണ് ഈ പിള്ളേരുടെ പേരില്ല ഈ ദേശം കനാന്റെ പേരിൽ അറിയപ്പെട്ടു. ചില സഭയൊക്കെ ചില ആൾക്കാരുടെ പേരില്ല. തങ്കമ്മയുടെ സഭ, ജോയിച്ചാന്റെ സഭ, മേരിക്കുട്ടിയുടെ സഭ. നിങ്ങൾ ഏത് സഭയല്ല? ഞങ്ങൾ കുഞ്ഞാനിച്ചാന്റെ സഭയല്ല. നിങ്ങൾ എവിടെ കൂടെ? ഞങ്ങൾ കുഞ്ഞോളമാമ്മയുടെ സഭയല്ല. അപ്പൊ കുഞ്ഞോനിച്ചാന്റെ സഭയുണ്ട്. പറ. കുഞ്ഞുമോക്കും സഭയുണ്ട്. യേശു ഇപ്പൊ സഭയില്ലാതെ റോഡിൽ കൊണ്ട് നടക്കുക. യേശു പറയാൻ, എടാ എന്നെ എവിടെയെങ്കിലും ഒന്ന് കയറ്റടാ. അങ്ങോട്ട് ചെന്ന ഇത് കുഞ്ഞോനിച്ചാന്റെ സഭയാകാറുണ്ട്. അപ്പുറം എന്താ അത് കുഞ്ഞോളമാമ്മ എവിടുത്തെ നടത്തിപ്പുകാരി. യേശു പറയാം, എന്നെ എവിടോട്ട് ഞായറാഴ്ച ഞാനിവിടെ നിന്ന് അത് കമ്മിറ്റിയിൽ വിഷയം വെക്കാം. കമ്മിറ്റിക്കാർ ചോദിക്കട്ടെ യേശുവിനെ കയറ്റണോ. ഉമ്മാ നടക്കുന്നവനെല്ലാം സഭയുണ്ട്. ദൈവത്തിന് നമ്മുടെ വിഷയമല്ല, പോട്ടെ. അപ്പം ഇത് കനാന്റെ സന്തതികൾ വന്ന് കുടിയേറി പാർത്ത സ്ഥലമാകിയാൽ പിൽക്കാലത്ത് കനാൻ നാടെന്ന പേര് വന്നു. പലസ്തീൻ എന്ന് പിന്നത്തേതിൽ വരാൻ കാര്യം റോമ ഗവൺമെന്റിന്റെ കാലത്ത് ഫെലിസ്ത്യർ ധാരാളം ഉള്ളത് കൊണ്ട് ലോപിച്ച് പലസ്തീൻ എന്ന പേരും ഇതിനകത്ത് വന്നു. വിശുദ്ധ നാട് എന്ന് പിൽക്കാലത്ത് ഒരു പേര് വരാൻ ഒരു കാരണം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ പാദസ്പർശനമേറ്റ സ്ഥലമായതല്ല. അതുകൊണ്ട് ഇതിന് പിന്നത്തേതിൽ ചില ആൾക്കാരിട്ടതാണ് വിശുദ്ധ നാട്. എബ്രായരുടെ ദേശം എന്ന് പേര് വരാൻ കാര്യം നദി കടന്ന് വന്ന അബ്രഹാമും അവന്റെ സന്തതി പരമ്പരകളും കൊണ്ട് വന്ന് കുടിയേറി പാർത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഇതിന് എബ്രായരുടെ ദേശം എന്ന പേരും വന്നു. വാഗ്ദത്ത നാട് എന്ന് പേര് വരാൻ കാര്യം ലോത്ത് അബ്രഹാം പറഞ്ഞപ്പോ ആ നീരോട്ടമുള്ള സ്ഥലമെല്ലാം പുള്ളി അന്നേരം ഉന്നം വെച്ചെടുത്തു. ഈ വിഷയത്തിൽ അബ്രഹാം വളരെ മനപീഡപ്പെട്ടു പോയി. എന്നാലും എൻ്റെ കൂടെ ഇറങ്ങത്തിരിച്ച് ഞാൻ കൊണ്ടുവന്ന ഇവൻ എന്നെ ഒതുക്കി വെച്ച് ഇതെല്ലാം കൂടെ അടിച്ചു മാറ്റിയല്ലോ എന്നൊരു ചിന്ത അബ്രഹാമിന് അങ്ങനെ ഉണ്ടാകുമല്ലോ. ഇവൻ അപ്പനില്ലാതെ അവിടെ എൻ്റെ ഭാഷ പറയുന്ന നഖവും കടിച്ച് ഞാനങ്ങ് ഓപ്പണായിട്ട് മൂക്കട്ടെ ഒലിപ്പിച്ച് നടന്നവനാണ്. ഒരു വള്ളി നിക്കറ് വിട്ട് പണ്ട് ഗുണം പോലെ ഒന്നും അറിയാൻ മേല. എൻ്റെ ഒരു വള്ളി പൊട്ടി നീ അത് പിടിച്ചോണ്ട് കാണുന്നതാ. എന്നിട്ട് ഇപ്പൊ ഇവനൊന്നും അറിയാൻ മേല. ആ വള്ളി നിക്കറ് വിട്ട് മൂക്കട്ടയൊക്കെ ഒലിപ്പിച്ച് എടാ നീ അവിടെ ഇരിക്കുക, നീ ഇവിടെ ഇറങ്ങി കിടക്ക്, ഇവിടെ വെള്ളം വേണോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ പരുവക്കാട് ഇന്നപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചത്. അപ്പൊ അബ്രഹാം എല്ലാവരുടെ യാത്ര പറഞ്ഞു പോവാ ദൈവം പറഞ്ഞു കൊടുത്തിട്ട് പോവാ പോട്ടെ എന്ന് പറഞ്ഞു. ഇവന്റെ ആ നിൽക്കുക കണ്ട് അബ്രഹാം ചോദിച്ചു, എടേ വരുന്നോന്ന് ചോദിച്ചു. അന്നേരം ഇവൻ പാപ്പന്റെ കൂടെ കയറി എങ്ങനെ വന്നവനെ. പക്ഷെ ഇവൻ വന്നു കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോ ഇവന്റെ മട്ടല്ല, പിന്നെ അങ്ങനെ ആണല്ലോ സ്വാഭാവികം. വന്നു കഴിഞ്ഞപ്പോ ഇവന് വേറെ വായിക്കാൻ അറിയാൻ മേലായിരുന്നു, പാട്ട് പാടാൻ ഇവൻ അറിയാൻ മേല, ഇവന് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന എങ്ങനെയാണെന്നറിയാൻ മേല, നിർത്താൻ ഇവന് അറിയത്തില്ല. ഇറക്കത്തിൽ ബ്രേക്കില്ലാത്ത സൈക്കിളിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ വലിയ കരിങ്കല്ലെടുത്ത് വെക്കുമ്പോൾ ഇടിച്ചു തല്ലി എവിടെയും ഇവനൊന്നും അറിയത്തില്ല. പക്ഷെ അവറാച്ചൻ്റെ കൂടെ വന്ന് ഇവനിതെല്ലാം കണ്ട് പഠിച്ച് കേട്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൻ്റെ പരുവക്കേടല്ല അങ്ങ് മാറി. പരുവക്കേട് മാറിയപ്പോൾ പ്രശ്നം രൂക്ഷമായപ്പോ അവറാച്ചൻ പറഞ്ഞ്, ദേശമല്ല ഇടയന്മാര് തമ്മിൽ കിടന്ന് ചണ്ട ഉണ്ടാക്കുന്നു, ഉമ്മ ഈ ഉപദേശിമാര് കിടന്ന് വഴക്കുണ്ടാക്കരുത്. ഞാൻ ചർച്ച കോട, IPC, അസംബ്ലീസ് കോട, ന്യൂ ഇന്ത്യ, അഖിലേന്ത്യ, അതാ ബ്രദറാ, പെന്തിക്കോസ, ഇവാഞ്ചലിക്ക്, ഉമ്മ അടി ഉണ്ടാക്കരുത്. നിന്റെ കയ്യിരിക്കുന്ന വേദപുസ്തകമാണ്. മിണ്ടുന്നില്ലല്ലോ ആരും. വേറെ ദിവസം പെമ്പിൾ നീ ഇത് കൊണ്ട് പോക്കോ, ഞാൻ 2 കാര്യം ചോദിച്ചിട്ടുള്ളൂ. നിന്റെ മൂലാന്തണ്ട് അടിച്ചൊടിക്കും ദൈവം. സഭയെ വന്ന് വഴക്കുണ്ടാക്കിയാൽ ബഹളം ഉണ്ടാക്കിയാൽ വഴക്കിന്റെ രംഗം വന്നാൽ നീ അങ്ങ് ഒഴിഞ്ഞങ്ങ് മാറ്. എടാ, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, വിതയ്ക്കുന്നത് കൊയ്യും. നിനക്കും നിന്റെ സന്തതിക്കും ശാപം വലിച്ചു വെക്കരുത്. അവറാച്ചൻ ആ കൃപയുള്ളത് കൊണ്ട് അവറാച്ചൻ പറഞ്ഞു, ദേശമെല്ലാം വിശാലമാ, നീ ഒരു കാര്യം നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു. ഇവൻ അന്നേരം
ഒറ്റ നോട്ടം നോക്കിയപ്പോൾ യോർദാനിലേക്കുള്ള ഫലമല്ല നീരോട്ടമുള്ളെന്ന് വായിച്ച മോനെ 13:10. അപ്പോൾ ലോത്ത് നോക്കി. അപ്പോൾ ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശം നോക്കി. അവന് കണ്ണത്ര നല്ല കണ്ണല്ല, നോക്കി. അതാ വലിയ തള്ളയുടെ കണ്ണ. 3:6 വായിച്ച ഉൽപ്പത്തി. ഗ്രാൻഡ് മദറിന്റെ കണ്ണ. വായിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. വല്യമ്മച്ചി കണ്ടു. ഈ കണ്ണ് തന്നെ കൊച്ചുമോനും കിട്ടിയേക്ക്. നമ്മൾ പറയല്ലേ, വല്യമ്മയുടെ കണ്ണ് തന്നെ അവക്ക്, തള്ളയുടെ കണ്ണ് തന്നെ നിനക്ക്. മനസ്സിലായോ? സൂക്ഷം കണ്ണ്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ആ കണ്ണ ലോത്തിന് കിട്ടിയത്. വായിച്ചേ 13:10. അപ്പോൾ ലോത്ത് നോക്കി. ഈ കണ്ണ് തന്നെ ആകാന് കിട്ടിയത്. അവൻ കണ്ടു, മോഹിച്ചു, എടുത്തു. ഇതിങ്ങനെ പാരമ്പര്യം വരിക, അത് വേറെ വിഷയം. പോട്ടെ. 3:10 വായിച്ചു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ. ഇത് യഹോവയുടെ തോട്ടം പോലെ ആരെന്ന, അങ്ങനല്ലേ മോനെ? യഹോവയുടെ തോട്ടം പോലെ. അത്രയ്ക്ക് സുന്ദര സുലഭമായ നല്ല സ്ഥലമായിരുന്നു ഈ ദേശം. അപ്പോൾ ഈ ദേശം തട്ടിയെടുത്ത വിഷയത്തിൽ അബ്രഹാമിന് മനപ്പീട വന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അവറാച്ച നീ തലപൊക്കാൻ പറഞ്ഞു. അടുത്ത വാക്യം. അബ്രഹാം കനാൻ ദേശത്ത് പാർത്ത് ലോത്ത പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. അടുത്ത വാക്യം. സോദോം വരെ കൂടാരം നോക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളുമായിരുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് പറയുകയാ, അരുളി ചെയ്തത് തലപൊക്കി നീ തലപൊക്കാൻ പറഞ്ഞു. നീ തലപൊക്ക. അവറാച്ചൻ എന്തിനാ ക്ഷീണിച്ച് ഭാരപ്പെട്ട് തലപൊക്ക് താത്തിയിരിക്കുന്നത്? നീ തലപൊക്ക്. അവനത് തെരഞ്ഞെടുത്ത, അവനത് കൊണ്ടുപോട്ടെ, കാണാം, കുറച്ച് കഴിയട്ടെ, കാണാം. ഇപ്പൊ ഇവന്റെ സൂത്രത്തിലും മിടുക്കിലും ഇവനെ പല പരിപാടിയിലൊക്കെ കൊണ്ടുപോകില്ല. അവിടെ നിൽക്കുക, ഇച്ചിരി കഴിയുമ്പോ കളി കാണാം. നീ ഇപ്പം മിണ്ടാതിരിക്കുക, നീ ഒന്നും മിണ്ടണ്ട, ഇച്ചിരി കഴിയട്ടെ. നെല്ലേതാ, കല്ലേതാ, പതിരേതാ, കതിരേതാന്നൊക്കെ ഇച്ചിരി കഴിയുമ്പോ തിരിയും. ഇപ്പം നീ മിണ്ടണ്ട. നീ ഒരു കാര്യം തല അങ്ങ് പൊക്ക, അവന്റെ പുറകെ ഒന്നും പോകണ്ട, എടുത്തോണ്ട് പോകടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ മട്ടാഞ്ചേരുന്ന് ഗുണ്ടകളെ ഇറക്കും, നീ മിണ്ടണ്ട. ചെങ്കൽച്ചൂളയിൽ എനിക്ക് പ്രവർത്തനമുണ്ട്, ആയിക്കോട്ടെ. സ്തോത്രം. ഒന്നും മിണ്ടണ്ട. നീ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കണം. അവന്റെ പുറകെ നടക്കുകയും വേണ്ട. അവനത് പോട്ടെ. നീ തല പൊക്കണം. നീ തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പറഞ്ഞിടത്തും 4 ദിക്കിലോട്ട് നീ ഒന്ന് നോക്കണം. നീ കാണുന്ന ഭൂമിയൊക്കെ നീ നോക്കി കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിന് വാഗ്ദത്ത ദേശം എന്ന് പിന്നത്തെ പേര് വന്നത്. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, നിനക്ക് ലഭിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും അവകാശങ്ങളും ആരെങ്കിലും അപകരിച്ചോ, സൂത്രത്തിലോ തന്ത്രത്തിലോ ചതിച്ചോ വഞ്ചിച്ചോ നിന്നെ കുരുക്കിയോ എന്തെങ്കിലും അപകരിച്ചാൽ നീ മിണ്ടാൻ പോകരുത്. നീ മൗനമായിട്ടിരിക്കണം. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിൽ ഇരിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ പാടുക, അളവ് നൂലിലേക്ക് മനോഹര ദേശത്ത് വീണിട്ടുണ്ട്, അത് നല്ലൊരു അവകാശം തന്നിരിക്കും. നീ ഒന്നിനും പോകണ്ട, മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം, ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വാഗ്ദത്ത നാട്. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല സുന്ദര സുലഭലമായ നല്ല ഫലമായിരുന്നു കനാൻ ദേശം. കനാൻ ദേശത്തിന്റെ വിശേഷത പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടും, 13-ാമത്തെ സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യവും, 106-ാം സങ്കീർത്തന 24-ാമത്തെ വാക്യവും, ആവർത്തന പുസ്തകം 8-ന്റെ 7 മുതൽ താഴോട്ട്. ഇതൊക്കെ വായിക്കേണ്ടത്, അതിന് നേരമില്ല. അതുകൊണ്ട് ഇപ്പൊ ഒരു വാക്യം മാത്രം വായിക്കാം, അല്ല ഇന്ന് പോയി പറ്റുണ്ടാകുകയില്ല. അപ്പൊ അതുകൊണ്ട് ആവർത്തന പുസ്തകം 8-ന്റെ 7 മുതൽ വായിച്ചേ മോനെ. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള തിരുവെടുത്ത് വായിച്ചേ. കനാന്റെ പ്രത്യേകത, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവുമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഇങ്ങനെ ഇരുന്നാ പോരെ, സ്തോത്രം ചെയ്യണമെന്നായി പറഞ്ഞത്.
ഞാൻ വലിയ പുള്ളിയാ, ഞാൻ ഇവിടുത്തെ വൈസ്രോയ്യാ, മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ അനിയനാന്ന് പറഞ്ഞിരുന്നാൽ നിന്നെ ശരിയാകുകയല്ല. നീ സ്തോത്രം ചെയ്യണം. ഞാൻ എഴുതിക്കൊണ്ട് വന്നതല്ല, പുസ്തകത്തിൽ നിന്ന് വായിപ്പിച്ച് കേൾപ്പിച്ചതാണ്. അപ്പൊ നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ പഠിപ്പിക്കുക. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നത്. അത് താഴ്വരയിൽ മലയിൽ പുറപ്പെടുന്ന നീരൊടുക്കുകൾ ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിയും അത്തിയും മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. പിന്നെ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെ കുറിച്ച് നീ കയ്യും കെട്ടി വായും പൂട്ടി ആളുകളെ ചിരിക്കാതെ നീ സ്തോത്രം ചെയ്യണം. കാത്തു കൃപയീ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ, കാത്തു കൃപയീ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. ഓ കലങ്ങിയുള്ളം നീറും നേരം, കലങ്ങിയുള്ളം നീറും നേരം, അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി മമ മണാല നിൻ പ്രേമത്താലേ, മമ മണാല നിൻ പ്രേമത്താലേ, നിറയും നേയൻ ഉള്ളം ഇന്നേരം, നിറയും നേയൻ ഉള്ളം. ഓ അതിശയമേ യേശുവിസേനം, ആനന്ദമേ ആയ ധ്യാനം, അതിശയമേ യേശുവിസേനം, ആനന്ദമേ ആയ ധ്യാനം, ആഴമുയരം നീളം വീതി, ആഴമുയരം നീളം വീതി, ആർക്ക് ഗ്രഹിക്കാൻ നിൻ പ്രേമം, ആർക്ക് ഗ്രഹിക്കാൻ. മമ മണാല നിൻ പ്രേമത്താലേ, മമ മണാല നിൻ പ്രേമത്താലേ, നിറയുന്നേ എന്നുള്ളം ഇന്നേരം, നിറയുന്നേ എന്നുള്ളം ഇന്നേരം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദേശത്തിന്റെ വിശേഷതയാണ് ഇവിടെ വായിച്ചു കേട്ടത്. വേറെ ധാരാളം വാക്യങ്ങൾ ചേർത്ത് കോർത്ത് ഇണക്കിയാ വരേണ്ടത്. അതിന് മുതിരുന്നില്ല. നിങ്ങൾ വചനത്തിൽ തിട്ടമുള്ളവരാണല്ലോ, വിശേഷിച്ച് ഈ മേധാനത്തുള്ള സകല ദൈവമക്കളും. പഴയ ബ്രദറൻ സഭയുണ്ട്, ചർച്ചക്കോടിൻ്റെ സഭയുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് മുഴുവൻ അങ്ങ് സഭകളാണ്. അപ്പം നിങ്ങളെല്ലാം നല്ല തിട്ടമുള്ളവരാ. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴും എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും എടുപ്പിക്കണ്ട. മുമ്പേ ഓർപ്പിച്ചതുപോലെ ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾ പിന്നെ ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ പഠിപ്പിക്കുക. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ല ദേശത്തേക്കാണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കനാൻ നാട് ഉലകത്തിൽ ഏറ്റവും നല്ല സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ, ഏതൻ പർദീസ കഴിഞ്ഞാൽ നമ്പർ 1 സ്ഥലമായിരുന്നു കനാൻ ദേശം. ഏതൻ തോട്ടത്തെ പിന്നെ കീഴ്മേൽ മറിച്ച് അടിച്ച് താഴെ കിട്ടല്ലോ. പിന്നെ ഭൂമിയിൽ നല്ല സ്ഥലമാണ് കനാൻ ദേശം. അത് സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, തോട്ടത്തെ പറ്റി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ: ഈ ശ്രീവിളങ്ങുന്ന തോട്ടമെന്ന നല്ല ഐശ്വര്യ സമൃദ്ധിയായ തോട്ടമാണ്. നന്ദനം ചൈത്രരഥ പുരാണങ്ങൾക്ക് മടികൂപ്പാത്ത നല്ല സ്ഥലമായിരുന്നെന്ന. സരിതാമ്പതിയുടെ നടുവ് നിൽക്കും ആംഗലേയ ദ്വീപ് പോലെ ഈ ദേശത്തിന്റെ പ്രത്യേകതയാണ്. അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം: കേരവും ഗംഭീരവും ഈന്തലും കുളങ്കം, ആമ്രങ്ങളാമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം, കമറാം താത്രി താലം ജാലങ്ങൾ പീലുക്കളും പീലു കാപ്പി, ഗന്ധപുഷ്പങ്ങളെ ഞമ്പുകം ബഹുളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തഛതം, സപ്തം 7 ഛതം പാല, 7 പാല. അതെല്ലാം സാറ് അതിന്റെ പരുവത്തിന്. ഏത് സാറാന്ന് ചോദിച്ചാൽ സൈമൺ സാറാന്നേ. ഇപ്പൊ അങ്ങെല്ലാം അങ്ങ് സാറേ സാറേ. അവന് പുസ്തകക്രമം പോലും അറിയാമല്ല. സാറേ ഇപ്പറേ സാറേ. നവംബോധനം തപ്പി ഊപ്പാട് വന്നിച്ച് അടുത്ത പുള്ളിയോട് ചോദിച്ചു പേജ് നമ്പർ പറയാം. അതാ വേറൊരു സാറ്. അപ്പൊ അപ്പുറം നിൽക്കുന്നു സാറേ. 23-ാം സങ്കീർത്തനം 3 പ്രാവശ്യം തെറ്റിച്ചു. പിന്നെ അവൻ തുറന്നങ്ങ് വായിച്ചു. അത് വേറൊരു സാറ്.
എല്ലാവരും അങ്ങ് സാറന്മാരാ. സൈമൺ സാറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുള്ളി അല്ല, ഇപ്പം ഇന്നാളൊരു ആരോ പറഞ്ഞെന്നാ പറഞ്ഞത്, ഇപ്പം സൈമൺ സാറിനെ പറ്റിയാ പറയുന്നത്. എടേ, നിനക്കിതുപോലൊരു വരി എഴുതി തരാവോ? നിന്റെ ബെല്ലിപ്പം നോക്കിയാ നോക്കുകയല്ല, ഈ ഉമ്മ പൊട്ടുവർത്താനം പറയാതെ. എന്നാ ഈ വിവരദോഷികളുടെ കാര്യം എന്നാ പറയാ. അപ്പൊ സാറ് നല്ല കൃത്യത്തിനാ കൊടുത്തിരിക്കുന്നത്. കേരവും ഗംഭീരവും ഈന്തലും പുളിപേരയും നാഗരംഗം ആകന്തം മാതുളങ്കം ആമ്രങ്ങളാമ്രാതകം ചെത്തുയമത്തി വൃക്ഷംഗംഭ്രമാം താത്രി താലയാലങ്ങൾ പീലുക്കളും ഗന്ധപുഷ്പങ്ങളെ ഞമ്പുകമ്പകളും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തച്ചതം എഴുതമ്പാല ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി നെല്ലിക്ക എല്ലാം അതിനകത്തുണ്ടെന്ന്. ഇവിടുത്തെ എന്നാലും പറഞ്ഞത് ആറിന് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, ഉമ്മ ആവശ്യമില്ലാത്തതല്ല. ഞങ്ങളുടെ ഒരു കൊച്ചൻ പറഞ്ഞു, ഉമ്മ കുരുക്ക് പാട്ടാന്നില്ല മൊത്തം എഴുതി വെച്ചേക്കുന്നത്. അവന് ഭാഷ പശക്കിടുന്നില്ല, പാട്ടിട്ടൊന്നും ഒക്കുന്നുമില്ല. അതിന് അവന് നോക്കിട്ട് അങ്ങനെ അവൻ പറഞ്ഞു കുരുക്ക് പാട്ടാന്നില്ല ഈ സാറ്. നല്ല പാട്ടുകളാണ്, ആസ്വദിക്കുന്നവരുണ്ട്. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറിയും ആപ്പിൾ വൃക്ഷങ്ങളേകം നൃട്ടിക്ക് രമ്യങ്ങളും പക്ഷിതങ്ങളുമായ സസ്യകുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസുന്ന രാമത്തിൽ വെള്ളരി മുതലായ വല്ലികൾ പ്രഫുല്ലമായി നല്ലോട് കാന്തിയോടും ദിവ്യപക്വത മൂലം ശോഭിച്ചു. ചെമ്പൂക്കളാൽ വനദീപിക ഏറ്റും ശ്രീഭരമാർന്ന രക്തപുഷ്പങ്ങൾ മന്ദാരമുല്ലകനം ലശുനവും അജവും ആജമോജം ഇതെല്ലാം ഈ തോട്ടത്തിൽ എന്നിട്ട് തോട്ടത്തിനകത്തെ വിശേഷതയാ. താമരത്തണ്ടു കൊത്തി തിന്നുകൊണ്ട് അവിടത്തിൽ സോമസുന്ദരങ്ങളായ ഭക്ഷങ്ങളോടും കണ്ണതേമാറി അർണസിൽ മല്ലികാക്ഷങ്ങളെല്ലാം വണ്ടുകൾ അങ്ങുമിങ്ങി ജങ്കാരം ചെയ്തുകൊണ്ട് തണ്ടാരിൽ മധു ഉണ്ട് മുരണ്ട് നടക്കുന്നു. എന്നെ പ്രയോഗം അന്നേരം അവൻ പറയാ സാറെഴുതി വച്ചെന്ന് എന്നെ ചെയ്യാൻ. വണ്ടുകൾ അങ്ങുമിങ്ങും ജങ്കാരം ചെയ്തുകൊണ്ട് തണ്ടാരിൻ മധു ഉണ്ട് മുരണ്ട് നടക്കുന്നു. വണ്ടാരം കോഴിയോടും കൊക്കുകൾ ഇരണ്ടകൾ ഇണ്ടലെന്നിയേതണ്ടി തിന്നുന്നു തീൻപണ്ടങ്ങൾ പക്ഷികൾ ഉച്ചസ്ഥരമാം വൃക്ഷശാഖയിരുന്ന് ക്ഷീണ ഉദാരമാ ഗീതികൾ ഉയർക്കുന്നു. ആരോട് പറയാൻ? ഞാൻ അവിടുത്തെ ആ ബ്രദറുകാരെങ്കിലും എഴുന്നേറ്റൊന്നൊരു കല്ലേലിയാ പറയുന്നത്. കണക്കാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്രയ്ക്ക് സുന്ദരസരബലമായ തോട്ടമാണ് ഏദൻ തോട്ടം. അങ്ങനെ അതിൽ മെച്ചപ്പെട്ട പിന്നത്തെ സ്ഥലമായിരുന്നു കനാൻ ദേശം. അതാണ് കനാന്റെ പ്രത്യേകത. അപ്പോൾ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു ഈ കാദേശ്. നമ്മുടെ കുറുവാക്യം കാദേശ് നടങ്ങിയ കാര്യമാണ്. അപ്പോൾ കനാൻ ദേശം ഉലകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. അതാണ് ഇവിടെ ആവർത്തന 8:7 മുതൽ വായിക്കുകയാണ്. അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിന്നും മലയിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിന്റെ പ്രത്യേകത വെള്ളത്തിന് പഞ്ഞമില്ല. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. എൻ്റെ ഭാഷ പറഞ്ഞാൽ കുടിക്കുകയും ചെയ്യാം, കുളിക്കുകയും ചെയ്യാം. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം ഇല്ലെന്നോർത്ത് ആരും ഭാരപ്പെടരുത്. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യമുള്ളവർ കോരി എടുക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തോണം. അതാണ് ഈ ദേശത്തിന്റെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. പുസ്തകത്തിൽ വേറൊരു വാക്യമുണ്ട്, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഒരു നദി ഉണ്ടെന്ന നിന്നല്ല, ഒരു നദി ഉണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അവിടെ നിന്ന് തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിന് പഞ്ഞമില്ലാത്ത നല്ല സ്ഥലമാണ് കനാൻ ദേശം. ഉൽപ്പത്തിയിൽ വായിക്കുന്നല്ലോ, തോട്ടം നനയ്ക്കാൻ ഒരു നദി പുറപ്പെട്ടെന്ന. അത് 4 ശാഖയായിട്ട് പിരിഞ്ഞൊഴുകുക. ഒന്നാമത്തതിന് പീശോൻ, അത് ഹവീല ദേശമൊക്കെ ചുറ്റും ഇവിടെ പൊന്നുണ്ട്, ഗുലുഗുലു കൊണ്ട് ഇവിടുത്തെ പൊന്നൊക്കെ മേത്തരമാ. ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പൊ കയറുന്നില്ല. ദൈവത്തിന്റെ മഹത്വം പണ്ട് ഉപദേശിച്ച് പറഞ്ഞു, ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങുന്നെന്ന്
വേറൊരാൾ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്, കുഴപ്പമില്ല, സമയത്ത് കയറി ഇഞ്ഞ് വരണം, ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ താഴ്വരയ്ക്കെന്നും മലയ്ക്കെന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളുമുള്ള പിന്നെ ഗോതമ്പും യവവും മുന്തിരിവള്ളിയും നല്ല ഭക്ഷണ പദാർത്ഥങ്ങളുള്ള സ്ഥലം. ഗോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതളം, ഒലിവ്, തേൻ, 7 കൂട്ടം സാധനം. അതൊന്നുകൊന്നൊക്കെ മെച്ചമാണ്. ഗോതമ്പ്, നല്ല ഗോതമ്പ് നമ്മൾ തിന്നുന്നതെല്ലാം ഞാൻ എപ്പോഴും പറയും പിശിട. അപ്പൊ നല്ല ഗോതമ്പ് അത് എല്ലായിടത്തും കിട്ടുകയല്ല, കനാൻ നാട്ടില നല്ല ഗോതമ്പ്. നല്ല ഗോതമ്പിന്റെ ക്യാമ്പ്, അത് നല്ല ഗോതമ്പ്. അവിടെ അങ്ങനെയൊന്നുമില്ല, ഗോതമ്പ് കഴിക്കുന്നവനെ കണ്ടാൽ അറിയാം. ഇത് അതിന്റെ രക്തം കുറയെടുത്ത് നിങ്ങൾ തിന്നുന്ന വീടിന്റെ കട്ടളക്കാരൻ രണ്ടിലും വരും കുടുംബത്തിലും അന്ന് രാത്രി നെയ്യിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടി അതിനെ തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയോ തിന്നരുതെന്ന. വായിച്ചോ 7 മുതൽ. അതിന് രക്തം കുറയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽമേൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടെ മാംസം, പുളിപ്പില്ലാത്ത അപ്പം, കയ്പ് ചീര 3 കൂട്ടിപ്പിടിച്ച് അടിക്കേണ്ടത്. പിന്നെ തലയും കാലും അന്തർഭാഗങ്ങളുമായി ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയായിട്ടോ തിന്നരുത്. അപ്പൊ ശ്രദ്ധിച്ച്, എങ്ങനെ തിന്നണം? ഒറ്റ വാക്ക് പറയാൻ, ചുട്ടു തിന്നണം. എങ്ങനെ തിന്നരുത്? എങ്ങനെയൊക്കെ തിന്നാം. പച്ചക്കും തിന്നാം, വെള്ളത്തിൽ പുഴുങ്ങി തിന്നാം, ചുട്ടു തിന്നാം, മാറ്റി തിന്നാം, പരുവത്തിന് തിന്നാം. ഇപ്പൊ പിന്നെ എല്ലായിടത്തും കൊടുക്കുന്നത് ഈ മസാല ചേർത്തൊക്കെ കൊടുക്കും. അങ്ങനെയും കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചിലക്ക് ഒത്തിരി മസാല വേണം, ചിലക്ക് മസാല അധികം ആവശ്യമില്ല. ചെറിയ പിള്ളേർക്ക് ഇപ്പൊ ഇതൊന്നും അല്ല ആവശ്യം. പിള്ളേർക്ക് സോസാ, കൊച്ചുങ്ങൾക്കല്ല അത് മതി. ഇപ്പോൾ ഈ ഉണർവ് വിടുതലാന്ന് പറഞ്ഞ എല്ലാം മയോണീസ് അടിച്ചു കൊടുക്കുക. വരുന്നവനെല്ലാം തൊട്ട് എല്ലാം മയോണീസാ. ഇരുമ്പ് കാണുമ്പോഴേ മയോണീസ് അടിച്ച് മയങ്ങിയിരിക്കുക. ആ നോട്ടം കാണുമ്പോൾ പറയാം, നീ മയോണീസ് അടിച്ച് മയങ്ങിയിരിക്കുക. പിന്നെ സോസ്, ഇഷ്ടംപോലെ സോസ് ഉണ്ടല്ലോ. വലിയ വലിയ ഹോട്ടലൊക്കെ ഞങ്ങള് വെളിരാജ്യത്തൊക്കെ ചെല്ലുമ്പം ചില ദൈവമക്കള് ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ അവർക്ക് അതിയായ ആഗ്രഹമാണ്. അപ്പോൾ ചിലപ്പോൾ അവർ ജോലിയുടെ തിരക്കും ബന്ധപ്പാടും ഉള്ളതുകൊണ്ട് വീട്ടിൽ ക്രമപ്പെടുത്താൻ ഒക്കത്തില്ല. അപ്പം വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയിട്ടുമുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പം ഇങ്ങനെ കുപ്പിക്കകത്ത് ഇതെല്ലാം ഈ പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് നമ്മൾ പണ്ട് കണ്ണി മരുന്ന് ഒഴിക്കാൻ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അറ്റം ജോഡി നിങ്ങളാരും കണ്ടിട്ടില്ലേ? ഉള്ള ഞെക്കി ഊപ്പാട് വന്നേച്ചിരിക്കുക. പിന്നെ അത് കണ്ടില്ലെന്ന്. അത് ആ ടേബിളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. പച്ച കളറ്, മഞ്ഞ കളറ്, ചുമന്ന കളറ് ഇല്ലേ? കണ്ടിട്ടില്ലേ? കൊച്ചുങ്ങളൊക്കെ ചെന്ന ഉടനെ കൊച്ചുങ്ങൾക്ക് വേറെ അന്നേരം വെജിറ്റബിള്, ഇലയും കാബേജും ക്യാരറ്റും അത് കൊച്ചുങ്ങൾക്ക് വേണ്ട. കൊച്ചുങ്ങൾക്കെല്ലാം ഇത് മതി. ഇപ്പം ചില പ്രായമുള്ളവർക്കും അത് മതി. മനസ്സിലായോ? ആത്മീക ലോകത്ത് ഇപ്പൊ ഇഷ്ടം പോലെ സോസ് ഉണ്ട്, ഇഷ്ടംപോലെ സോസുകാർ ഇറങ്ങിയിട്ടുമുണ്ട്. അവിടെ അത് ഇന്ന് മഞ്ഞ സോസ് അവിടെ കൊടുക്കുന്ന വരുന്നു. ഇല്ല അപ്പറേ അത് ഇന്ന് പച്ച സോസ് അവിടെ വരുന്നുണ്ട്. ഇവിടെ വെള്ള സോസാ വരുന്നത്. മനസ്സിലായിരുന്നില്ല.
അപ്പൊ ആൾക്കാർ ഈ സോസ് അടിക്കാനായി കൂടുതൽ നടക്കുന്നതേ. പക്ഷെ നിനക്ക് ദീനം വരും. ഇത് കണ്ടമാനമായാൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം വരും. എന്നാൽ ഞാനതിന്റെ ആത്മീക വശമാ പറഞ്ഞത്. നീ തീക്കകത്ത് ചുട്ടൊന്ന് ഭക്ഷിച്ചേ, നിന്റെ ഉള്ള വിഷയം കൂടെ മാറിക്കിട്ടും. ഈ കുഞ്ഞാട് കർത്താവാകുന്ന ക്രിസ്തു ആ തീക്കകത്ത് തന്നെ, കുഞ്ഞാടിന്റെ മാംസം തീക്കകത്ത് ചുടണം. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് ആത്മീകത്തിലും അങ്ങനെ കടിക്കേണ്ടതുപോലെ കടിക്കണം. അപ്പൊ നല്ല ഗോതമ്പ്, അത് കനാൻ നാട്ടിലുണ്ട് ഗോതമ്പ്, ഗോതമ്പിന്റെ കാമ്പ്, മട്ടൂറിയ വീഞ്ഞ്, ദ്രാക്ഷാരസം, ഇതെല്ലാം അത് കടിക്കേണ്ട വിധത്തിൽ കടിച്ചാൽ നിന്നെയാന്നും പറഞ്ഞ് പണ്ടൊക്കെ തൊടിയിക്കല്ല. ഇപ്പൊ ഒരു പട്ടിക്ക് പോലും വേണ്ടത്. ഒരു 15-20 കൊല്ലം മുമ്പ് വീടിന്റെ ഫ്രണ്ടിൽ വലിയ വീടൊക്കെ വെക്കുമ്പോൾ അത്തയാന്നും പറഞ്ഞു കൊണ്ട് വെക്കുക. നമ്മൾ അങ്ങോട്ട് പക്ഷേ തുടരുത്, പക്ഷക്ക് വേണേ 2 കാ തരാം. എന്നോട് പണ്ടൊരു തള്ള പറഞ്ഞ മെഴുക്ക് വരട്ടിക്ക് 2 എണ്ണം തരാം. അടൂര് സൈഡില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു, അയ്യോ ഇത് മുടിഞ്ഞ സാധനം, പോയത് നന്നായി, അങ്ങ് ചുമ്മാ അങ്ങ് അല്ല. ഞാൻ പറഞ്ഞു, അല്ല ഇതല്ല അത്തി. ഞാനാണ്ട ചെന്നപ്പോ അത്തി കണ്ട്, അതാ അത്തി, ഇത് അത്തി അല്ല, ഇതിനൊക്കെ കത്തിയായത്. തന്നെ നിന്നെ കത്തിയുണ്ട്. അപ്പൊ നല്ല അത്തിയുണ്ട്, അത് ഇവിടെ കിട്ടുകയില്ല. അത് മറ്റേ തള്ള പറഞ്ഞ പോലെ ആണുങ്ങൾ കഴിക്കുന്നുണ്ട്. നമ്മൾ അത്തിയാനം പറഞ്ഞു ഇതിന്റെ അഞ്ഞലിക്ക് ആ ഒരു വർഗത്തിന്റെ പോലെ ഇരിക്കുക. അപ്പൊ നല്ല അത്തി ഈ രോഗശാന്തിയെ കാണിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ ഈ ദേശത്ത് വന്നാൽ നിനക്ക് സൗഖ്യമുണ്ടെന്ന്, നല്ല സ്ഥലത്താ നിന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. കുഞ്ഞാടിന് തങ്കച്ചോറ് കൊണ്ട് വിടുതല പ്രാപിച്ചതാ നിന്റെ ഭാഗ്യം. ഈ മാർഗത്തിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നത്, ആമേ, നീ ഒരു ദൈവവൈതലായി തീർന്നതാ നിന്റെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയിൽ വന്നതല്ലേ ഭാഗ്യം. ഈ സാറ് നല്ലതാ. പരമൊരു ജഡജക്തരി പ്രാപ്തി തോന്നും യോഗ്യരില്ല. പരമൊരു ജഡജക്തരില്ല പ്രാപ്തി തോന്നും യോഗ്യരില്ല. പാർക്കിൽ കുല ശ്രേഷ്ഠതില്ല. പഠിച്ചൊട്ടിതു തന്നെനിക്കു മതിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ സഭകരുളിയ പരമൻ, സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ ഭാഗ്യം. മിണ്ടുന്നില്ലല്ലോ ആരും. സാർ എഴുതിയതാ, ഞാൻ എഴുതിയതല്ല. കള്ളിക്കോട്ടെ രസിപ്പോരിൽ കർത്തൃപാരിപ്പോരില്ല. കള്ളിക്കോശങ്ങളിൽ രസിപ്പോരില്ല, കർത്തൃപാരിപ്പോ വെക്കുജനസ്തുതി കോതികരല്ല. പരനെനിക്ക് കിട്ടണമെന്നില്ല. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധി ഞാൻ പരമൻ, സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധി പരമൻ,
സഭക്കരുളിയ ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ. അടുത്തൊരു ലൈൻ സാർ എഴുതി, അതിനാണ് പൊന്നിലാശ വയ്പാറില്ല നടക്കുന്നത്. ആ എഴുതിയ സാറിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവര് തന്നെ ഇപ്പം ചെറുതായിട്ടൊരെണ്ണം മിണ്ടുന്നില്ല. അതിനൊരു ഊറിയ ചിരി വന്ന് ഇനിയിപ്പോ അത് പാടി ഒരു അലോഗ്യം ഉണ്ടാക്കണ്ട. യോഗമായിട്ടങ്ങ് പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഇത് കടിക്കേണ്ടത് പോലെ കടിച്ചാൽ നിന്നെ കണ്ടാൽ അറിയാം ഇത് രോഗശാന്തി തരുന്നതാണ്. അത്തി നിനക്ക് രോഗശാന്തി ഈ മാർഗത്ത് വന്നതാ നിന്റെ ഭാഗ്യം. അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരിമെ പുരട്ടിയപ്പോൾ സൗഖ്യമുണ്ടായി. ഈ കൃപയിൽ വന്ന രോഗശാന്തി ഉണ്ടെന്ന്. നീ ഏത് രോഗത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ യേശുവുണ്ട്. അത് ബ്രെയിൻ ട്യൂമറോ ക്യാൻസറോ ഉദര സംബന്ധമായിട്ടോ ഹാർട്ട് സംബന്ധമായിട്ട് കിഡ്നി ഏത് രോഗമാകട്ടെ, പുസ്തകത്തിലെ വാക്യ യഹോവ നിന്റെ അകൃത്യമൊക്കെ മോചിക്കും, സകല രോഗത്തെ സൗഖ്യമാക്കും. കാരണം അതിവേഗത്തിലോടുന്ന വചനം. ഇന്ന് രാത്രി ചിലപ്പോൾ ആശുപത്രിക്കാര് ആമെ ഉപേക്ഷിച്ച കേസായിരിക്കുക, മരുന്നുകൾ ചെയ്തിട്ട് ഭേദം വരാത്ത കേസായിരിക്കുക, ഏത് രോഗമാകട്ടെ, അത് മാറാരോഗമാകട്ടെ, തീരാവ്യാധികളാകട്ടെ, രോഗബന്ധനമാകട്ടെ, സകല രോഗത്തിന് സവിക്കാൻ തരുവാൻ കഴിവുള്ള യേശുവിന്റെ ശക്തി ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ പണ്ട് കഥാപ്രസംഗത്തെ പറഞ്ഞ കല്ല് കേട്ടിട്ടില്ലേ? എറിഞ്ഞാച്ചായി വന്നിരിക്കുന്നത്. നീ തിരിച്ചറിയണ്ട. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന നോഹയെ പറ്റി പറഞ്ഞ ഹാസ്യമാം ചരൽക്കല്ല് വാരി എറിഞ്ഞെന്ന. നോഹ തിരിച്ചറിയാനൊന്നും പോയില്ല. നോഹയ്ക്കറിയാൻ ദൈവം എന്നോട് പറഞ്ഞത്, അത് ദൈവം അത് നിറവേറ്റും. തിരിച്ചറിയാൻ പോയാലോ 1000 എണ്ണം നിന്നെറിയ, ഈ പുള്ളി ഒറ്റയ്ക്ക് എറിയാനുള്ളൂ, ഏകയല്ല. അപ്പൊ എറിഞ്ഞെന്ന് പേരുവാകും, ഇവരുടെ ഏറിന് നീ ചാകുകയും ചെയ്യും. അപ്പൊ പിന്നെ എറിയാതിരിക്കുന്ന അല്ലയോ നല്ലത്. മിണ്ടരുത്. ദാവീദ് ഈ ജനമെല്ലാം കൂടെ ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ പദ്ധതി കിട്ടപ്പോൾ ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെട്ടിട്ട് അബിയാഥാർ പുരോഹിതനോട് പറഞ്ഞു, ഏഹോദ് ഇങ്ങോട്ട് കൊണ്ടുവന്നിടാൻ പറഞ്ഞു. അവൻ ഏഹോദെടുത്ത് അങ്ങോട്ട് ഇട്ടപ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവേ, ഈ പരീക്ഷയുടെ പുറകെ ഞാൻ പോണോ? തമ്പുരാനെ പറഞ്ഞു, നീ പൊക്കോ, ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അങ്ങനെ ദാവീദ് ചില ആൾക്കാരെയും കൂട്ടി യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ടപ്പോൾ ഇവർ ബസോർ തോട്ടി വന്നു. വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ബസോർ തോട്ടി വന്നപ്പോൾ 100 പേര് പറഞ്ഞ് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന്. അതിനാ ഞങ്ങള് വയ്യ, ദീർഘവർഷങ്ങളായിട്ട് ശുശ്രൂഷയില്ല, ഇനിയിപ്പം അക്കരയ്ക്ക് വരുന്നില്ല. അതിനാ നമ്മളെല്ലാം കൂടെ അക്കരയ്ക്ക് പോകാമെന്നും പറഞ്ഞാന്നല്ലോ ഇറങ്ങി. അതെ, ഒത്തിരി ടയർഡായി ബ്രദർ. അതിനാ മേത്താനത്ത് ഫസ്റ്റ് ഫാമിലി എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. നീ ഈ വീരതയും പറഞ്ഞിരിക്കാതെ നീ ഓടിയാടി കടന്ന് പോകാൻ നോക്ക്. അണ്ണൻ പറഞ്ഞ ഞങ്ങൾ വരുന്നില്ല. അതിനാ ഞങ്ങൾ ഒത്തിരി ചാടിയതില്ല, ഞാൻ റെഡ് സീ ഞങ്ങൾ കടന്നതാ. ആണോ ബ്രദർ? പിന്നെ പിന്നെ യോർദാൻ, ജീസസ്.
ഇവൻ ചുമ്മാ പഴംപുരാണം പറഞ്ഞുകൊണ്ടിരിക്കുക. വല്യപ്പൻ റെഡ് സീ കടന്നു, വല്യപ്പൻ്റെ അപ്പൻ യോർദാൻ കടന്നു, നീ പിന്നെ ഈ കൈത്തോട് ചാടി കിടക്കാത്തത്. അവന് വാച്ചാല് പോലും ചാടി കിടക്കാനുള്ള കെൽപ്പില്ല. എന്നാലും ഇവൻ പഴയ വീരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് പറഞ്ഞ് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന്. നിങ്ങൾ അക്കരയ്ക്ക് പൊക്കൂ. ഇവർ അക്കരയ്ക്ക് വരുന്നില്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഇവർ പാടും, അക്കരയാണ് എൻ്റെ എല്ലാം ഇവിടെ നിന്നോണ്ടായി പാടുന്നു. അക്കര ചേർന്ന് കരങ്ങൾ വീശി വീശി അക്കരയാണ് എന്നതാണ്. അപ്പൊ ഇവരെ ഈ ബസോർ തോട്ടി വന്നപ്പോൾ 10-20 പേര് ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നത്. വായിച്ചേ മോനെ, ഞാൻ പുസ്തകത്തിലെ വാക്യമായി പറയുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം എടുത്ത് 1-ാം പുസ്തകത്തിന്റെ 30-ാം അധ്യായം എടുത്ത് 30-ാം അധ്യായത്തിന്റെ 9 മുതൽ നാടോട്ട് വായിച്ചേ. പെട്ടെന്ന് വായിച്ചോ, ചടയെന്ന് വായിച്ചോ, നമുക്കെല്ലാം പോകേണ്ടതാണ്. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബസോർ തോട്ടിങ്കിലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ശേഷമുള്ളവര് അവിടെ താമസിച്ചു. ഇവര് പറഞ്ഞാൽ അക്കരയ്ക്ക് വരുന്നില്ല, ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പം പോകേണ്ടവരൊക്കെ പൊക്കോണം. ബസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചു. 200 പേർ അവിടെ താമസിച്ചു. കണ്ടോ? അപ്പോൾ ശ്രദ്ധിച്ചേ, 200 പേര് അവിടെ താമസിച്ചു. മൊത്തം 400 കൊണ്ട് അക്കരെ പോയി. ഇവര് ബസോർ തോട്ട് കടന്നില്ല. അടുത്ത വാക്യം വായിച്ചേ. അവർ വയലിൽ വെച്ചൊരു മിസ്രൈമിനെ കണ്ട് സൂക്ഷിച്ചു വായിച്ചോണം. ബസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചു. 200 പേര് പുറകെ. അപ്പൊ ശ്രദ്ധിച്ചേ, നിങ്ങളെ ഭാഗമൊക്കെ അറിയാം. ബസോർ തോട് കടക്കാൻ കഴിയുന്നില്ല, 200 പേര് അവിടെ തങ്ങിയെങ്കിലും പഴയ പുരാണമൊക്കെ പറഞ്ഞു ഞങ്ങൾ ചെങ്കടലിൽ കടന്നതാണ്, പിന്നെ യോർദാൻ കടന്നതാണ്. അന്നത്തെ കടപ്പെന്നൊക്കെ പറഞ്ഞ എന്തുമായിരുന്നു. ഞങ്ങളുടെ അപ്പച്ചൻ എഴുമറ്റൂരിൽ നിന്ന് നടന്ന് ഇവിടെ മേത്താനത്ത് നീ ഓലിയിട്ടിരിക്കാതെ നിനക്കിപ്പോ തോട് കിടക്കാൻ പറ്റും. അപ്പച്ചനെ ദൈവം ഉപയോഗിച്ചു, അപ്പച്ചനെ ദൈവം കരത്തിലെടുത്തു, അപ്പച്ചനെ കൂടെ ദൈവം അത്ഭുതം ചെയ്യിപ്പിച്ചു. നീ ഇന്ന് വരെ ആയത്തിലൊന്ന് കൈ അടിച്ചിട്ടുണ്ടോ? നീ 90 കിലോ ഉണ്ട്, 1/2 കിലോയുടെ സ്വോത്രം പറഞ്ഞിട്ടുണ്ടോ? നീ 2.5 കിലോയുടെ ചോറും 15 ചപ്പാത്തിയും തിന്നുവല്ലോ. എന്നിട്ട് പഴയ വീരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. 200 പേര് അക്കരെ പോകുന്നില്ല, അവർ ഇക്കരെ താമസിച്ചു. ശേഷമുള്ളവരുമായിട്ട് ദാവീദ് ബസോർ തോട് കടന്ന് അക്കരെ ചെന്നു. അപ്പൊ ഇവർ അക്കരെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വയലിൽ വെച്ച് ഒരുത്തനെ കണ്ടു, ഒരു മിസ്രയീമിനെ കണ്ട്. ഇവൻ പരുവക്കേടാ, അവൻ ഇങ്ങനെ വയലിൽ കിടക്കുക, പരുവക്കേടായിട്ട് കിടക്കുക. ഇവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ദാവീദ് ഇവനോട് ചോദിച്ചു, ആരാ, എവിടുത്തുകാരനാ? മോനെ, ആ 30-13 ആദ്യം വായിക്കണം. ആദ്യം 13. ദാവീദ് അവനോട് നീ ആരുടെ ആളാ? ഇവനെ പൊക്കി എടുത്ത് കൊണ്ടുവന്നപ്പോ ദാവീദ് ചോദിച്ചു, നീ ഏതാ? നീ ചർച്ചക്കോടാന്നോ IPC ആന്നോ? അത് ചർച്ചക്കോട് വെളുത്ത ചർച്ചക്കോടാന്നോ കറുത്ത ചർച്ചക്കോടാന്നോ അതോ നൂണ്ടിയാന്നോ? നൂണ്ടി 2 ഉണ്ട്, കനാനായ നൂണ്ടി ഉണ്ട്, പിന്നെ പരുവക്കടി നൂണ്ടി, അങ്ങനെയൊക്കെ ആണല്ലോ സ്തോത്രം. പിന്നെ ഇതൊക്കെ തരംതിരിച്ച് വെച്ചിരിക്കുക. ഇവനൊന്നും ഗുണമല്ല. നീ ബ്രദർ ആന്നോ പെന്തിക്കോസ് ആന്നോ? മനസ്സിലാകുന്നുണ്ടോ? നീ സിറിയനാന്നോ കിറിയനാന്നോ വെറിയനാന്നോ? മിണ്ടുന്നില്ലല്ലോ. ഇതൊന്നും ശരിയല്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. ഒരപ്പത്തിന്റെ അംശികളാ, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാ. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈതൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ കാണുമ്പോൾ ഉള്ളം തുടിക്കണം. സഭയുടെ ബോർഡ് നോക്കി അല്ല സ്നേഹിക്കേണ്ടത്, സഭാഗോളിന്റെ വലിപ്പം നോക്കിയല്ല സ്നേഹിക്കേണ്ടത്, കളർ നോക്കിയല്ല, കാശ് നോക്കിയല്ല, പ്രതാപം നോക്കി, കുടുംബസോട്ടത്തെ നോക്കി അല്ല സ്നേഹിക്കുകയും കൈ കൊടുക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടത്. ദൈവത്തിന്റെ പൈതലിനെ കാണുമ്പോൾ ഒരു ദൈവം ഇതിന് സന്തോഷം വർദ്ധിക്കും. ഏതായാലും ഈ ദേശത്തുള്ള സഹോദരന്മാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇങ്ങനെ യോഗം നടത്തുന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവ് ഇങ്ങനെ പോട്ടെ. ഇതിനകത്ത് കുരുക്കൊപ്പിക്കാൻ ആൾക്കാർ വരും, വിധേയപ്പെട്ടു പോകരുത്. സ്തോത്രം. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാണുകയില്ലായകയാൽ പരനോട് തുല്യരാകും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ രാജാതിരാജൻ വരും.
ഇസങ്ങളിൽ പാരിലില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോ ഇസങ്ങളിൽ പാരിലില്ല ഈശനി പാരിടം ഭരിച്ചിടുമ്പോ അന്ന് കോട്ടിലാണ്ടി മുതലാളി പണ്ഡിതർ പാമരം ദരിദ്രരും എങ്ങുമില്ല അന്ന് കോട്ടിലാണ്ടി മുതലാളി പണ്ഡിതർ പാമരം ദരിദ്രരും എങ്ങുമില്ല അന്ന് ഏവരും സ്വൈര്യമായി ജീവിക്കുന്ന ശാലമിൻ അനുഭവമാ ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലമിൻ രാജാതിരാജൻ വരും ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലമിൻ രാജാതിരാജൻ വരും അപ്പൊ ശ്രദ്ധിക്കുക ഇവരെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ടുവന്ന് അതാണ് 13-ാമത്തെ വാക്യത്തിൽ അപ്പോൾ ദാവീദ് ചോദിക്കുന്ന ചോദ്യം ഒന്നുകൂടെ വായിച്ചേ മോനെ. ദാവീദ് അവനോട് നീ ആരുടെ ആൾ എവിടുത്തുകാരെന്ന് ചോദിച്ചു. ആളറിയണമല്ലോ നീ ആരുടെ ആള് എവിടുത്തുകാരൻ. അപ്പൊ അവൻ പറഞ്ഞ മറുപടി ഞാനൊരു മിസ്രയീമ്യ ബാല്യക്കാരൻ ഞാനൊരു പരുവക്കേടുകാരനാ ഒരു ബാല്യക്കാരൻ മിസ്രയീമ്യ ബാല്യക്കാരൻ പിന്നെ ഒരു അമാല്യക്കന്റെ പ്രത്യൻ പിന്നെ 3 ദിവസം മുമ്പ് എനിക്ക് ധീരം പിടിച്ചപ്പോൾ എന്റെ യജമാനനെ ഉപേക്ഷിച്ചു കിടക്കുന്നു. ഇങ്ങോട്ട് നോക്കിയേ ഇവന്റെ ആയുസ് മുഴുവൻ ആരോഗ്യവും ഓജസ്സും തേജസ്സും കഴിവും പ്രാപ്തിയും പടകവുമല്ല അമാല്യക്കന് വേണ്ടി ചെലവഴിച്ചവനാ. ഇവന്റെ യജമാനൻ ഒരു അമാല്യക്കനാണ്. അമാല്യക്കന് വേണ്ടി ഇവൻ യുദ്ധം ചെയ്യുക വർഷങ്ങളായിട്ട്. പക്ഷേ 3 ദിവസം മുമ്പ് യവന് ദീനം വന്നപ്പം ഇക്കാലം അത്രയും സേവിച്ച ഇവന്റെ യജമാനൻ ഇവനെ വഴിയിലിട്ടേച്ച് പോയി. ബേക്കുട്ടി നിന്നോടൊരു കാര്യം പറയാം, നീ ഇങ്ങനെ നടന്നാൽ നിന്നെ വഴിയിലിട്ടേച്ച് പോകും. മനസ്സിലായോ? നീ കതറും വിട്ട് ഇങ്ങനെ നിന്നാൽ ആരോഗ്യമുള്ളപ്പം മതി സാമേ, പരുവക്കേടാണെങ്കിൽ വഴിയിലിട്ടേച്ച് പോകും. നീ ചെങ്കടിയും പിടിക്കേ ഇങ്കിലാ വിളിച്ചത് അതൊക്കെ നല്ലതാ, പക്ഷെ ആരോഗ്യമുള്ളപ്പം മതി. നിനക്ക് ജാസം മുട്ടലും കാസാവലും വെച്ച് നീ അപ്പൊ അവര് പറയാം നമ്മുടെ പഴയ ഒരു സഖാവ വടവട്ടങ്ങാനും മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പഴയ ഒരാളാ ഒരു ഞാൻ ചെയ്യും വെള്ളം വല്ലോ എന്തെങ്കിലും കൊടുത്തേ എന്തായാലും 10 രൂപ കൂടെ അവിടെ പുള്ളിയെ നമുക്ക് ലൈന് നിർത്തണ്ട ഒക്കത്തില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ? അവർക്ക് എപ്പോഴും ലൈന് നിൽക്കാൻ ഏറ്റു പറയാൻ അഥവാ ഒരു അടിപിടി ഉണ്ടായാൽ പയ്യ മുണ്ട് മടക്കി കുത്തു കൊടുക്കുക അതിനാക്കമുള്ളവനെ മതി അവർക്ക്. നിനക്കൊരു ക്ഷീണമോ രോഗമോ തളർച്ചയോ കെടുതിയോ വന്നാൽ നിന്നെ വഴിയിലിട്ടേച്ചു പോകും. എന്നാൽ നിന്നോട് നല്ല ബുദ്ധി പറയാം, നിന്റെ ആയുസ്സും ആരോഗ്യവും ഓജസ്സും യേശു കർത്താവിന് വേണ്ടി ചെലവഴിച്ചാൽ, നീ സുവിശേഷം അറിയിച്ചാൽ, സുവിശേഷത്തിന് വേണ്ടി നീയും നിന്റെ കുടുംബവും നിന്നാൽ, അഥവാ നിനക്ക് രോഗമായാൽ നിന്നെ വഴിയിലിടത്തില്ല. രോഗത്തിൽ നിന്റെ കിടക്കയെല്ലാം മാറ്റിപിരിക്കും, ദീനത്തിൽ നിന്റെ കിടക്കയെല്ലാം മാറ്റിപിരിക്കും. മാത്രമാണോ അവിടുന്ന് ഇരിക്കുന്നിടത്ത് നിന്നെ കൊണ്ടുവന്ന് ഇരുത്തുവന്ന്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമെന്ന് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാ. നിനക്കൊരു ക്ഷീണമോ രോഗമോ തളർച്ചയോ കെടുതിയോ അപാകത വന്നാൽ ഇട്ടേച്ചു പോകത്തില്ല. അവിടുന്ന് തിരിച്ചു വന്ന് നിന്നെ ചേർത്ത് താൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെ കൊണ്ടുവരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായെന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ പോയി വരും ഞാൻ പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ.
என் பிதாவின் கிருகை இன்பமேடும் பல, என் பிதாவின் கிருகை இன்பமேடும் பல. என் பிதாவின் கிருகை இன்பமேடும் பல, என் பிதாவின் கிருகை இன்பமேடும் பல. சம்பிரத பாவனங்கள் உண்டதினால் வேகம், சம்பிரத பாவനങ്ങൾ ഉണ്ടതിനാൽ വേഗം ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ആയുസ്സും ആരോഗ്യവും പണവും എല്ലാം നീ ജീവനുള്ള ദൈവമായ കർത്താവിന്റെ വേലയ്ക്കും കർത്താവിന് വേണ്ടി ചെലവഴിക്കിയാൽ അവൻ നിലനിന്നാൽ അനവാ നിനക്കൊരു ദീനം വന്നാൽ നിന്നെ അവിടുന്ന് വഴിയിലിട്ട് വെച്ച് പോകത്തില്ല. ഇവന്റെ ഗതികേട് നോക്കിയ ഇവന്റെ ആക്കവും ആയുസ്സും ആരോഗ്യവും അമാലേക്കനെ സേവിച്ച് ഒടുവിൽ ഇവന് 3 ദിവസം മുമ്പ് ദീനം വന്നപ്പോൾ അവിടെ ഇട്ടേച്ച് പോയി. ഇത് ആ ലോകത്തിന്റെ പുറകെ പോയ. അങ്ങനെ ഇവൻ പരുവക്കാടി വയലിൽ കിടക്കുമ്പോഴ ദാവീദ് ആൾക്കാരുടെ വഴി ചെല്ലുന്നത്. അപ്പൊ ഇവനെ കണ്ട് ഇവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ചോദിച്ച കാര്യമാ 13-ാം വാക്യം. ഇവൻ മറുപടി പറഞ്ഞു. ഇവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നപ്പോൾ കൊടുത്ത കാര്യമാ 11-ാം വാക്യം. വായിച്ച മോനെ 11. അവർ വയലിൽ വെച്ചൊരു മിസ്രയീമിനെ കണ്ട്, വയലിൽ വെച്ചൊരു മിസ്രയീമിനെ കണ്ടു, ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോ ചോദിച്ചതാ 13-ാം വാക്യം, കൊടുത്തതാ 11. അവൻ അപ്പം കൊടുത്തു. ഒന്നിവൻ രോഗിയാ, 2 ക്ഷീണിതനാ, 3 അനാഥനായി, 4 ആരുമില്ല, ഗതികേടാ, 5 ചാകാൻ കിടക്കുക. ഇട്ടച്ച് പോയതല്ലേ, എന്തെല്ലാം കുഴപ്പടിയായി ഇവന് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ നല്ല ദാവീദ് ഇവന് കൊടുത്തത് അവൻ അപ്പം കൊടുത്തു. ആദ്യം അവൻ അപ്പം കൊടുത്തു. അപ്പം അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. രണ്ടവന് ഈ തൊണ്ടയിൽ ഇത് കുരുങ്ങരുത്, അതിന് വെള്ളം വേണം, വെള്ളം കൊടുക്കണം. ഞങ്ങൾക്ക് വെള്ളം വേണം. ഇതെല്ലാം കൊടുത്തു. നമ്മൾ കണ്ടില്ലേ യോഗത്തിന് വന്നിരിക്കുന്നത് തൊണ്ട കുരുങ്ങിയിരിക്കുക, വെള്ളം കൊടുക്കണമെന്ന്. അങ്ങനല്ലേ മോനെ, ഒന്നുകൂടെ വായിച്ച മോനെ, കേക്കട്ടെല്ലാരും. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. കുടിക്കാൻ വെള്ളം കൊടുത്തെന്ന് ഞാൻ പറയുന്നില്ല. വെള്ളം കൊടുത്തു. പിന്നെ അവർ അവനൊരു കഷ്ണം അത്തിയടയും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവൻ ആദ്യം അപ്പം കൊടുത്തു, പുറകെ അത്തിയട. അതാ അത്തി. കാരണം രോഗിയായിട്ട് കിടക്കുന്നവനാ, അവൻ അതാ കൊടുക്കേണ്ടത്. അത്തിയട കൊടുത്തു. പിന്നെ 2 ഉണക്കമുന്തിരിക്കൊല. 2 ഉണക്കമുന്തിരിക്കൊല. അപ്പം 4 കൂട്ടം സാധനം. അപ്പം, വെള്ളം, അത്തിയട, 2 ഉണക്കമുന്തിരിക്കൊല. അപ്പം 4 കൂട്ടം സാധനം. അപ്പം പണ്ട് കവി പറഞ്ഞായിരുന്നു, ഈ വൃത്തം ശരിയാക്കണമല്ലോ, അതിന് 4 കാര്യം ഇത് സാധനമല്ല. ഓർത്താൽ അതിജയം ശ്ലേഷം വാസ്തവം എന്നിങ്ങനെ അലങ്കാരങ്ങള്. പുള്ളി അങ്ങനെ 4 സാധനം കൊണ്ട് അലങ്കാരം ഒപ്പിക്കുന്നത്. ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശ്ലേഷം, ഇങ്ങനെ അതിശയം വാസ്തവം സാമ്യം ശ്ലേഷം, ഈ 4 സാധനം കൂടെ കൂട്ടി അലങ്കാരം ഒപ്പിക്കുന്നത്. അല്ലാതെ പൗഡർ ഒന്നും അല്ല മോളി, അലങ്കാരം ഒപ്പിച്ചു. അപ്പൊ ഇവന് ഈ പരുവക്കേടി കിടന്ന ഇവന് 4 കൂട്ടം സാധനം കൊടുത്തു. ആദ്യം അപ്പം, അത് ഇവൻ നല്ല മുഖാന്ന് കഴിക്കുക. അപ്പം മനസ്സിലായി തൊണ്ടേ കുരുങ്ങ, അതിന് വെള്ളം കൊടുത്തു. അവൻ അപ്പവും വെള്ളവും. പിന്നെ ഒരു കഷ്ണം അത്തിയടയും. അത്തിയട അത് രോഗശാന്തിക്ക് ഉതകുന്ന അത്തിയട. പിന്നെ 2 ഉണക്കമുന്തിരിക്കൊലയും കൊടുത്തു. 2 ഉണക്കമുന്തിരിക്കൊലയും കൂടെ കൊടുത്തു. അപ്പൊ 4 കൂട്ടം സാധനം. രോഗിയായി, ക്ഷീണിതനായി, ആരുമില്ലാതെ മരിക്കാറായി ഉപേക്ഷിക്കപ്പെട്ട ഈ പരുവക്കേടുകാരൻ. ഇങ്ങനെ പരുവക്കേടില്ല ഞാനും നിങ്ങളും പണ്ട് കടന്നത്. മനസ്സിലായോ? സ്തോത്രം. എത്ര യോഗാതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നനച്ചതല്ല ഞാൻ.
എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ. എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, അരുമസുതനെ അണച്ചുകൊള്ളുവാൻ കരളലിഞ്ഞുവോ അൻപിതോ യേശുനായക തന്നിതോ ഏഴകായി ജീവനെ. അൻപിതോ യേശുനായക തന്നിതോ ഏഴകായി ജീവനെ. അവൻ രോഗിയായി ക്ഷീണിതനായി ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരാലും തള്ളപ്പെട്ട് മരണത്തെ പ്രതീക്ഷിച്ച് വയലിക്കിടക്കുന്ന ഈ പരുവക്കേടുകാരനെ പൊക്കിയെടുത്ത് ദാവീദിന്റെ അടുക്ക കൊണ്ട് കൊടുത്തപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ചേച്ച് അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, അത്തിയട കൊടുത്തു, ഉണക്കമുന്തിരിക്കൊല 4 കൂട്ടം സാധനം കൊടുത്ത് ഇവനത് കഴിക്കുകയും കുടിക്കുകയും ചെയ്തപ്പോൾ അടുത്ത വാക്യം വായിക്ക്. അത് തിന്നപ്പോൾ അവൻ ഉയിർ വീണു. അതാണ് കാര്യം. ഇത് കഴിച്ചപ്പോൾ ഇവന് ഉയിർ വീണു. ഉയരായിട്ടൊന്ന് വായിച്ചേ. അത് തിന്നപ്പോൾ അവൻ ഉയിർ വീണു. ഒന്നുകൂടെ ഉയരായിട്ടൊന്ന് വായിക്കുക. അത് തിന്നപ്പോൾ അവൻ ഉയിർ വീണു. വീണില്ല, അവൻ ഉയിര് വീണെന്ന്. അത് തിന്നപ്പോൾ അവൻ ഉയിര് വീണു. യോൻ തീരുന്നതിന് മുന്നേ നമുക്കെല്ലാം ഉയിര് വീഴണം. അപ്പൊ ഈ 4 കൂട്ട സാധനം ഇവന് കൊണ്ട് കൊടുത്തപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഇവന് ഉയിര് വീണു എന്ന് പറഞ്ഞാൽ, നല്ല ദാവീദാകുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കൽ നീ വന്നാൽ നിനക്ക് ഉയിരുണ്ടാകും. സമൃദ്ധിയായ ജീവൻ തരാൻ അവിടുന്ന് സ്വർഗ മഹിമ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ദൈവരൂപത്തിൽ ഇരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് മനുഷ്യവേഷമെടുത്ത് അവൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എനിക്ക് നിങ്ങൾക്ക് ഉയിരുണ്ടാകാനാ, എനിക്ക് നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാ. ഇന്ന് രാത്രി വിശ്വസിക്ക്, സമൃദ്ധിയായ ജീവൻ തരുവാൻ കഴിവുള്ളവൻ നമ്മുടെ നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക. മാറത്ത് പൊൻകച്ച കെട്ടുവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോടന് സദൃശമുള്ള പ്രാണമുള്ളവനായി 7 നക്ഷത്രം പിടിച്ച് നിലവിളക്കട നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന ഉയര തരുന്ന ജീവൻ തരുന്ന സമൃദ്ധിയായ ജീവൻ തരുന്ന നസറയൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുക. നീ വിശ്വസിക്ക്. ഇന്ന് രാത്രി രോഗം മാറ്റി, ക്ഷീണം മാറ്റി, തളർച്ച മാറ്റി, കെടുതികൾ മാറ്റി, കെടുമതികൾ മാറ്റി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുക. അത് കടിച്ചപ്പോൾ അവന് ഉയിര് വീണെന്ന്. അപ്പൊ ഞാൻ ഓടിച്ചു പറയാ, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥ പാനീയങ്ങൾ ആ കനാനിലുള്ളത്. കോതമ്പ്, യവം, മുന്തിരി, അത്തി, മാതള, ഒലിവ്, തേൻ, ഒന്നുകൊന്നൊക്കെ മെച്ചം. അത്ര സുന്ദര സ്വരൂപുള്ള സ്ഥലമായ കനാൻ ദേശം. അപ്പൊ ഈ കനാൻ ദേശത്തോടെ ഇനി ഓടിച്ചങ്ങ് നിർത്താം. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശം. നമുക്ക് നിർത്താൻ നേരമായെന്ന് തോന്നില്ലയോ? അങ്ങ് നിർത്തിയാക്കാം. സമയനായി. എന്നാ പോകാം. ഞാനന്ന് പ്രസംഗത്തിന്റെ മുഖവര് പിന്നെ കുഴപ്പമില്ല, ഇതിന് ബാക്കി ഇല്ലാണ്ട് ആ യോഗത്തിന് പറയാം. അത് എവിടാ യോഗം? ആ യോഗം എവിടാ? ഇവിടെ തന്നെ ആണോ? എവിടെ? എന്നാ പിന്നെ അടുത്ത് തന്നെ ബാക്കി പറയാം. ഇപ്പൊ ഇച്ചിരൂടെ പറഞ്ഞേച്ച് ബാക്കി പിന്നെ അത് മതി. നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ എവിടെയും വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം കൊണ്ടും നല്ല സ്ഥലമായി കനാൻ ദേശം. അപ്പൊ കനാനോട് അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശ്. നമ്മൾ ആവർത്തന പുസ്തകം 1-2 കാര്യം പറഞ്ഞ് നിർത്താം. ആവർത്തനം 2:13 മുതൽ താഴോട്ട് വായിക്കുന്നത്, ഇപ്പോൾ എഴുന്നേറ്റ് സെരേദത്തോട്ട് കടപ്പിനെന്ന് കൽപ്പിച്ചത് പോലെ നാം സെരേദത്തോട്ട് കടന്നിരിക്കുന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സെരേദത്തോട്ട് കടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. ഈ 38 കൊല്ലത്തിനിടയിലാണ് യോദ്ധാക്കളാകുന്ന തലമുറയൊക്കെയും ആ പദം അങ്ങനെ പറയണം മുടിഞ്ഞു പോയത്. 38 കൊല്ലം കൊണ്ടാണ്. ഈ കനാൻ ദേശത്തേക്ക് പോകാൻ എളുപ്പവഴി ഉണ്ടായിരുന്നു. എളുപ്പവഴി ദൈവം തമ്പുരാൻ ഇതിൽ ഇവരെ എളുപ്പവഴി കൊണ്ടുപോയില്ല. ദൈവം തമ്പുരാൻ ഇവരെ ചുറ്റിച്ചു, കറക്കി. ദൈവം ഇവരെ കറക്കി.
നമ്മൾ ദൈവത്തെ പറ്റി പഠിപ്പിക്കുന്നത് ദൈവ സ്നേഹമാണ്, കരുണയുള്ള ദൈവമാണ്, ആർദ്രതയുള്ള ദൈവമാണ്, ദയയുള്ള ദൈവമാണ്, അനുകമ്പയുള്ള ദൈവമാണ്, മഹാദൈവമാണ്, നിത്യനായ ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനല്ലേ, ചതഞ്ഞോടെ ഒടിക്കാത്ത ദൈവം, പുകയെന്ന് തിരികെ കെടുത്താത്ത ദൈവം, പിന്നെ നല്ല ദൈവം, പൊന്നു ദൈവം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ ആഴമായി സ്നേഹിക്കും, ഇങ്ങനെയുള്ള നല്ല പദങ്ങളാണ്. ദൈവത്തെ നമ്മൾ അങ്ങനെയൊക്കെയാ സംബോധനയും ചെയ്യുന്നത്. അവിടുന്ന് മഹാദൈവമാണ്, ദയയുള്ള, അനുകമ്പയുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള ദൈവം. ചിങ്ങവനത്തൊരു അമ്മ ദൈവത്തെ വിളിക്കുന്ന പപ്പ. അത് ഞാൻ കുറ്റം പറയത്തില്ല, അതുപോലെ അമ്മ ദൈവമായിട്ടങ്ങ് ബന്ധപ്പെട്ട് നിൽക്കുക. ആയിക്കോട്ടെ. അപ്പൊ ദൈവം നല്ല ദൈവം, ആ സ്നേഹമുള്ള ദൈവം. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ. അപ്പൊ എന്നും നല്ലവനാ. അപ്പൊ ഈ നല്ല ദൈവം, ആ സ്നേഹമുള്ള ദൈവം, കരുണയുള്ള ദൈവം, ആർദ്രതയുള്ള ദൈവം. ഈ നല്ല ദൈവം എന്തിനാ ഇവരെ 38 കൊല്ലം വിട്ട് ചുറ്റിച്ചത്? അങ്ങനെ ചുറ്റിക്കാമോ? ഇനി അങ്ങനെ ചുറ്റിക്കുന്ന ഒരു ദൈവത്തെ വേണോ? ഈ കറക്കല്ലായിട്ട് കറക്കുന്നത്. പണ്ട് അമ്പലത്തിൽ പോയപ്പോ നാമം ജപിക്കുമായിരുന്നു, എന്തിനെന്നെ ഈ മായയാം ചിന്തുവിൽ ഇട്ടു വട്ടം കറക്കുന്നിതേ വിധം. പണ്ട് ചൊല്ലിയതാ. ബന്ധനമാണോ? ഒന്നുകൂടെ പാടുക. എന്തിനെന്നെ ഈ മായയാം സിന്ധുവിൽ ഇട്ട് വട്ടം കറക്കുന്നിതേ വിധം. അപ്പൊ മട്ടം കറക്കുക. ഈ 38 ഇവരെ ഇട്ട് കറക്കുക. നീ എളുപ്പ വഴി കൊണ്ട് വിട്ടില്ല, ഇവരെ കറക്കി. അതെന്തിനാ ഇവരെ 38 കൊല്ലം വിട്ട് കറക്കിയത്? എളുപ്പ വഴി കൊണ്ട് അതിനെ വിട്ടില്ല. വായിച്ച മോനെ പുറപ്പാട് 13-17 എളുപ്പ വഴി. അത് വീതിയുള്ള വഴി, വണ്ടി പോകുന്ന വിശാലമായ രാജപാത എന്ന ആ വഴി വിട്ടില്ല. ആ വഴി ഒന്ന് വായിച്ച് പുറപ്പാട് 13-17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴി ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും, അടുത്തത് എളുപ്പ വഴി, അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ചും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുന്ന വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല, വിട്ടില്ല. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. മുമ്പേ പറഞ്ഞ പോലെ പോയാൽ പിന്നെ തിരിച്ചു വരാൻ ഒക്കുകയല്ല. അപ്പൊ അതങ്ങ് വിടുക. അപ്പൊ എളുപ്പ വഴി കൂടെ വിട്ടില്ല. പിന്നെ ദൈവം ഇവരെ ഇട്ട് കറക്കി. എന്തിനാ കറക്കിയത്? അങ്ങനെ കറക്കാമോ? ചില ആൾക്കാർ പറഞ്ഞ എന്റെ ഭാഷയെ ഞാൻ എത്ര നാളായി കിടന്ന് കറങ്ങാൻ. കൂടുതലും സഹോദരിമാരാ ഭാവത്തങ്ങള്. ഭാഷ എന്നാ പറ്റി കുഞ്ഞുഞ്ഞമ്മേ? എത്ര നാളായി. പിന്നെ നമ്മൾ ഇടയുമ്പോ പണിന്ന് എന്റെ ഭാഷ ഞാന് ജനിച്ചപ്പോ മുതല് നല്ല പറഞ്ഞ് എൻ്റെ ഭാഷ ഞാൻ കുടച്ചക്കറം കറങ്ങും പോലെ കിടന്ന് കറങ്ങുകയാണ്. കുടച്ചക്കറം കറങ്ങുന്ന തീ കൊടുക്കുമ്പോ ഇങ്ങനെ കിടന്നല്ലേ കറങ്ങുന്നത്. അല്ല കിടന്ന്. അപ്പൊ ചെല്ലു പറയുന്നത് ജനിച്ചപ്പോ മുതല് കറക്കം. വേറെ ചില സ്ത്രീകൾ പറയും എൻ്റെ ഭാഷയെ ജനിച്ചപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ഒന്നാന്തരം കുടുംബത്തില, എൻ്റെ മൂത്താങ്ങളെയും കൊച്ചാങ്ങളെയും നടുവത്താങ്ങളെയും ഒക്കെ നല്ല ചുറ്റുപാടിലാണ്. ഞാൻ ഈ മേധാനത്ത് വളരെ ഞാൻ എൻ്റെ കല്യാണം എന്ന് കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കിടന്ന് പറഞ്ഞാൽ ചക്കിയായി ഇരിക്കുന്നത്. ഇപ്പം പിന്നെ ഇരിക്കുന്നേ ഉള്ളു. അന്ന് മുതൽ ഞാൻ കിടന്ന് കറങ്ങുക. അല്പം കൂടെ മൂച്ചുള്ള പെണ്ണുങ്ങൾ പറയുന്നതെന്നറിയോ, എൻ്റെ ഫാസ്റ്റർ ഇയോടെ കൂടെ കൂടി അന്ന് മുതൽ ഞാൻ കടന്ന് ഉറങ്ങും. എന്നാലും വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ടുവരുന്നുണ്ടല്ലോ ജോർജെ, നീ സ്വത്രം പറ. ഈ പള്ളും ചള്ളും എല്ലാം പറഞ്ഞാലും കയറിയിരിക്കടി, വളമുണ്ട്, മുറുക്കെ പിടിച്ചോണം, ഒന്നേ എന്നെ പിടിക്കണം, ഇല്ലേ കമ്പിയെ പിടിക്കണം, വളമുണ്ടെന്ന് പറഞ്ഞ് ഉരുട്ടിയിടാതെ നീ ഇവിടെ കൊണ്ടുപോയി ഇനിയും പോകരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കേട്ടാലും കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുന്നില്ലേ? ചില സഹോദരിമാര് പറയാറുണ്ട്, മാസ്റ്റർ ഇതുണ്ടോ അന്ന് മുതൽ ഞങ്ങൾ കടന്ന്. ചില മരുമക്കളെ നോക്കിയിട്ട് അമ്മായിമ്മമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാഷേ പാസ്റ്ററെ നിന്ന് വിളിക്കാൻ തള്ളക്കറിയാം, എൻ്റെ ഭാഷേ
പിന്നെ എൻ്റെ ഭാഷ ഞാനും ആ തന്തയും അവനും ഉണ്ടാകുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ഇവിടെ ഒന്ന് വന്ന് അന്ന് മുതൽ ഞങ്ങൾ കിടന്ന് ചില അമ്മായിയമ്മയെ ചൂണ്ടിക്കൊണ്ട് മരുമക്കൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ ഈ തള്ള ഇരിക്കുന്നിടത്തോളം കാലം ഞാനും കൊച്ചുങ്ങളും കിടന്ന് ചാവുകയില്ല കട്ടില്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇവര് 38 കൊല്ലം കിടന്ന് കറങ്ങുക. ഇവരെ കറക്കിയത് ദൈവമാണോ പിശാചാണോ തന്നെ? ശരി ആൻസറാ, ഉറക്കെ പറഞ്ഞു. ശരിയാന്ന് മൈക്ക് കൂടെ പറ, എല്ലാവരും കേക്കട്ടെ. ശരിയാ, ദൈവം കറക്കിയതാ. വായിച്ചേ പുറപ്പാട് 13:17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ബലിശരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതൊന്നും വരികയും, പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനുദമിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുന്ന വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതില് കൊണ്ടുപോയില്ല. അടുത്ത വാക്യം, ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഒന്നുകൂടെ വായിച്ച ആ വാക്യം. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ദൈവം ജനത്തെ ചുറ്റിച്ചു. അപ്പൊ ഇവരെ കറക്കിയത് ആരാ? ദൈവം കറക്കിയതാ. ചാടി പറയുന്നുണ്ട് പെട്ടെന്ന് പോകാനാ, ഇപ്പം വിടുകയല്ല. അപ്പോൾ ദൈവം കറക്കിയതാ. എന്തിനാ ഇവരെ കറക്കിയത്? ഈ 38 കൊല്ലം വിട്ട് കറക്കിയത് എന്തിനാ? വായിച്ചേ മോനെ, ആവർത്തനം 8:2. ആവർത്തനം 8:2. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും. കേട്ടെ നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ അഭിഷേകം തന്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി, ഹൃദയത്തിനകത്തിരിക്കുന്നത് അറിവാനുമായി ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധങ്ങൾ അവിടെ നടത്തിയെന്നാ. പക്ഷേ മറ്റു വാക്യം കൂടെ ചേർത്ത് വെച്ച് ഈ കറക്കല്ലായിട്ട് കറക്കുക എന്തിനാന്ന് വെച്ചാൽ തങ്കച്ചാ നിന്റെ ഉള്ളിലിരിപ്പ് വെളിപ്പെടാനാ. മനസ്സിലായോ? നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് വെളി വരണം. നല്ലതുപോലെ കറക്കുമ്പോൾ ചാടി വെളി വരും. ഇല്ലേ? നന്നായിട്ട് പുകയ്ക്കുമ്പോഴല്ലേ പോത്തിനകത്ത് നീ ആടുന്നത്? അല്ലേ? പിന്നെ നല്ലതുപോലെ കറക്കണം. കറക്കുമ്പോ തനിനിറം എന്നൊക്കെ ഉണ്ടെന്ന് അന്നേരം തെളിയും. കറക്കണം നന്നായിട്ട്. നീ ആത്മികനാണോ ജഡീകനാണോ എന്ന് നല്ലതുപോലെ പ്രശ്നം വരുമ്പോ തെളിയും. അല്ലേ? തെളിയത്തില്ല. പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ അമ്മമാര് തൈരുണ്ടാക്കും. പണ്ട് എങ്ങനെയാ തൈരുണ്ടാക്കുന്നത്? തൈര് കണ്ടിട്ടുണ്ടോ? എല്ലാം ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ ആയിരിക്കുന്നത്. തൈര് എങ്ങനെ ഉണ്ടാക്കുന്നത്? അമ്മാമ്മ തന്നെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. എങ്ങനെ എഴുന്നേക്ക്, എല്ലാരും ഒന്ന് കാണട്ടെ. ഒറ്റ വാക്കി പറഞ്ഞു തീർത്തു. നല്ല കാര്യം. പണ്ട് 2 പേര് ഒരു വീട്ടിൽ വിരുന്ന് ചെന്നപ്പം കൂട്ടുകാരാ, അവരലുവായും കേക്കും അരിയുണ്ടയും അങ്ങനെയൊക്കെ ഒത്തിരി സാധനം എടുത്ത് വെച്ചപ്പം ഇവന്മാർ 2 പേർ ഒരുത്തൻ ചോദിച്ചു, എടാ നിന്റെ അമ്മ എങ്ങനെയാ മരിച്ചത്? അപ്പം അവൻ അരിയുണ്ട എടുത്ത് കഴിക്കാനില്ല. നിന്റെ അമ്മ എങ്ങനെയാ മരിച്ചത്? കാരണം അവനെ വെച്ച അരിയുണ്ട അവിടോട്ട് വെച്ചു. എൻ്റെ ബേബി, എൻ്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തി. ഞങ്ങളുടെ അമ്മ ഇത് പിന്നെ അമ്മയുടെ ചരിത്രം എല്ലാം പറഞ്ഞാൽ മറ്റേ അരിയുണ്ട മൊത്തം തീർത്തു. അവനത് മുഴുവൻ തീർത്തു. ഇവൻ അമ്മയോടുള്ള മനോവേദന കൊണ്ട് അമ്മ കഷ്ടപ്പെട്ടതുമല്ല ഇവൻ അങ്ങ് പറയുക. എടുത്ത അരിയുണ്ടെങ്കിൽ കൂടെ അവിടെ വെച്ചെന്ന് വെച്ചു. ഇവനെ എൻ്റെ അമ്മ ഞങ്ങൾ അമ്മ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടു. എൻ്റെ അമ്മ അവന് ഏങ്ങലടിച്ച് അമ്മയുടെ ചരിത്രം എല്ലാം പഞ്ചമ്മ വെച്ച അരിയുണ്ടയും അലുവായും എല്ലാം മറ്റവൻ തീർത്തു. ഇവൻ കണ്ണുനീരുമെല്ലാം തുടച്ച് നോക്കിയപ്പോൾ ഒരെണ്ണം. പിന്നെ മനസ്സിലായി ഇവൻ നമുക്കിട്ട്. വേറെ ദിവസം ഇവര് വീട്ടിൽ ചെന്നപ്പോ അവിടെ ഇതുപോലെ തത്തുല്യമായ സാധനമെല്ലാം എടുത്തു വെച്ചപ്പോ ഇവന് ഓർമ്മ. ഇവൻ ഉടനെ തിരിച്ചു ചോദിച്ചു, എടാ തങ്കച്ച നിന്റെ അമ്മ എങ്ങനെയാ? തള്ള ഉരുണ്ട് വീണ് യാത്രാന്ന് പറഞ്ഞു അവൻ അലുവ എടുത്തിയ. മനസ്സിലായ എന്ന് പറഞ്ഞ വല്ല അമ്മാമ്മ പാല് കാച്ചി ഉറ കഴിച്ചു താണ്ട ധൈര്യം വന്ന്. എന്നാലും ചാടി എഴുന്നേറ്റ് പറഞ്ഞല്ലോ ദൈവം ഇരിക്കട്ടെ. പണ്ട് കാലത്തെ അമ്മമാരെ വാറ്റിയ തണുത്ത് കഴിയുമ്പോൾ തൈരിന്റെ അല്പം കയ്യിലിടുന്ന ഫിംഗർ ക്യാപ്പ് എടുത്ത് അതിനകത്തിടും. തൈരൊന്നും വരികയല്ല തള്ളേ. അതാ ഓരത് മനസ്സിലാക്കി കൊടുക്കണം. മോരിന്റെയോ തൈരിന്റെ അല്പം എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് അവിടെ മൂടി വെക്കും. നേരം വെളുക്കുമ്പോൾ നല്ല കട്ട തൈര
അപ്പൊ ഈ തൈരിനകത്ത് പല സാധനമുണ്ട് ഇതിനകത്ത്. അതിനെ പഴയ അമ്മമാര് ഇത് രാവിലെ എഴുന്നേറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, പണ്ടത്തെ കാലം വെച്ചാ ഞാൻ പറയുന്നത്, ആ മംഗലമാണെങ്കിൽ ഒരു തിരികെയുണ്ട്, തിരികെയുടെ പുറത്തോട്ട് ഈ മംഗലം വെച്ച് കടയും മത്തും മായാടി ഒരു പലക എന്നെ മേളിയിട്ട് ഒരു കമ്പുണ്ട്, അതിന് മത്തും മായാടെ എന്ന അമ്മ ഞങ്ങളുടെ വല്യമ്മച്ചി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇരുന്നേച്ച് കാലങ്ങോട്ട് നീട്ടിയിടും, എന്നിട്ട് ആ തിരികെയുടെ പുറത്ത് മംഗലം വെക്കും. ഈ കാലിന്റെ തള്ളവരിൽ രണ്ടും മംഗലത്തിൽ അമർത്തും, അല്ലേ? അമർത്തി വെച്ച് ആ മത്തും മായാടെ എടുത്തേ ഇങ്ങനെ കടയാന്നാ പറയുന്നത്. നല്ലതുപോലെ അങ്ങോട്ട് കടയുമ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോന്നോരോന്ന് പൊങ്ങി വരും. ഒറ്റ നോട്ടം നോക്കിയാൽ വെളുത്ത സാധനമാണെന്നേ തോന്നും, പക്ഷെ നന്നായിട്ട് കടയുമ്പോൾ ഓരോന്നോരോന്ന് പൊങ്ങി വരും. ഇതിനകത്ത് മോര് കാച്ചാനുള്ളതുണ്ട്, തൈരിനുള്ളതുണ്ട്, ഉറയൊഴിക്കാനുള്ളതുണ്ട്, വെണ്ണയുണ്ട്, നെയ്യുണ്ട്, ഇതെല്ലാം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടം നോക്കിയാൽ ആമ പിടികിട്ടുകയില്ല. നല്ലതുപോലെ കടയുമ്പോൾ ഓരോന്നോരോ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതത്തിലും നിന്നെ നല്ലതുപോലെ ഒന്ന് കടയും, നല്ലതുപോലെ ഒന്ന് കറക്കും, നല്ലതുപോലെ കറക്കുമെന്ന് നിന്റെ അനിതറം വെളിപ്പെടും. അതാണ് ആവർത്തന പുസ്തകം 8:2. ഒന്നുകൂടെ വായിച്ചോ മോനെ. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയം 38-40 കൊല്ലം ഇട്ട് കറക്കിയത് എന്തിനാണെന്നറിയാമോ? നിന്റെ ഉള്ളിലിരിപ്പ് വെളിപ്പെടാനാ. ഇന്ന് രാത്രിയിൽ നിന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ ഹൃദയം നല്ലതാകണം. ഹൃദയത്തിനകത്തല്ലയോ മുഴുവൻ ഇരിക്കുന്നത്? ദുശ്ചിന്തയും പകയും പിണക്കവും വൈരാഗ്യവും ക്രോധവും ഈർഷ്യ എന്തെല്ലാം സാധനം, ഇതെല്ലാം കൂടെ അകത്ത് വെച്ചോണ്ടാ ഗ്ലോറി വിക്ടറി ജീസസ്. എടാ, സ്വന്തം സഹോദരനോട് മിണ്ടുകയല്ല, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല, അയലത്തുകാരോട് മിണ്ടുകയല്ല, കേസും കോടതിയും മഴക്കും. നീ കൊടുത്ത കേസല്ല, നിനക്കെതിരെ കൊടുത്തതിന് പോയേ ഒക്കുള്ളൂ. നീ കൊടുത്ത കാര്യ പറഞ്ഞു. ഒരു സഭയിലാ കൂടുന്ന കൈ കൊടുക്കുകയല്ല, മിണ്ടുകയല്ല. ഒരു ദേശത്ത് പാർക്കുന്ന ദൈവമക്കളെല്ലാം പെന്തിക്കോസില. 5-6 ആൺപിള്ളേര്, മൂത്തവൻ ചർച്ചക്കോട്, രണ്ടാമത്തിന് അസംബ്ലീസ് കോഡ്, അതിന്റെ ഇളയത് അവന് ഷാരോന്, മറ്റവന് IPC, ഏറ്റവും ഇളയവനെ സ്വതന്ത്ര പെന്തിക്കോസ്, തള്ള TPM-ലും. ഉപ്പാപ്പൻ ബ്രദറല്ലേ, ഉപ്പാപ്പന്റെ ഭാര്യയുടെ വീട്ടുകാരല്ല, ഇവാഞ്ചലിക്കല്ലേ. ഒരെണ്ണം തമ്മിൽ മിണ്ടുകയല്ല. എന്തിനാടാ ഈ പൊത്ത കൊടുത്തോണ്ട് കൊച്ചുകൊളുപ്പാൻ കാലത്ത് കൂർക്കമ്പം പോലെ പോകുന്നേ? വൈരാഗ്യമാ, മിണ്ടുകയല്ല, സഹകരിക്കല്ല, കൈ കൊടുക്കുകയല്ല. എന്തിനിങ്ങനെ നടക്കുന്നത്? അവരെ ഞായറാഴ്ചയുള്ള ഓട്ടം കാണണം. അപ്പുറത്ത് അവരോട് പോലും മിണ്ടുകയല്ല. സിയോൻ ഗീതാവിൽ NIV KJV, സിയോൻ ഗീതാവിൽ പാടണ്ടേ? സംഗീതരത്നാവലി, ആശ്വാസഗീതങ്ങൾ, മരുപ്രയാണ ഗീതങ്ങൾ. എങ്ങോട്ട് ഓടുക? അവിടെ ചെന്ന് പാടുന്ന എന്നാ? സ്നേഹത്തിനാഴവും. അപ്പുറത്തോട്ട് മിണ്ടാതാ. ഇപ്പൊ സഭയിൽ വന്നാലും അങ്ങനല്ലേ? മിക്കടത്ത് പാസ്റ്റർമാരും വിശ്വാസികളായിട്ട് ഉടക്കാം, മൂപ്പന്മാരും വിശ്വാസികളെ, മൂപ്പനും ഉടക്കാം, പാസ്റ്ററും ഉടക്കാം. എന്നിട്ട് ഞായറാഴ്ച അമ്മ വിശ്വാസി പാസ്റ്ററെ നോക്കി അങ്ങോട്ട് പാടുക. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? വിശ്വാസി ഉപദേശം നോക്കിയ എണ്ണയുണ്ടോ നിൻ വിളക്കിൽ. ചിലത് പാസ്റ്റർമാരും വില്ലന്മാരാ. അടുത്ത ലൈൻ അവരെടുക്കും. രാജനേഷു വന്നിടും ബേബി നീ ഒരുങ്ങിയിട്ടുണ്ടോ? എന്നതാ? എടാ, ഹൃദയം നന്നാകണം, ഹൃദയം നന്നാകണമെന്ന്. ഹൃദയം എല്ലാറ്റിനേക്കാലത്തേക്ക് ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറഞ്ഞ് മറുഭാഷ പറഞ്ഞ് ഇരിക്കുന്ന കഥാരെ മറിച്ചിട്ട് അപ്പുറത്തെ തങ്കടതലെ കഥാരെ. മനസ്സിലായോ? അകത്ത് ദൈവസ്നേഹം വർദ്ധിക്കണം. സഭ നോക്കിയല്ല സ്നേഹിക്കേണ്ടത്, സംഘടന നോക്കിയല്ല സ്നേഹിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിന്റെ പൈതലിനെ കാണുമ്പോൾ അകത്ത് തുടിപ്പുണ്ടാകും. നമ്മുടെ ഹൃദയം നന്നാകണം. ഹൃദയം എല്ലാറ്റിനെ. അമ്മ എന്നെ ഫോട്ടോ എടുക്കാം, അമ്മ യോഗം കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അതിനിടെ ഞാൻ ഫോട്ടോ. അപ്പൊ ശ്രദ്ധിച്ചേ,
നമ്മുടെ ഹൃദയം നന്നാകണമെന്ന്. ഹൃദയം എല്ലാറ്റിലേക്കും കപടമുള്ളതാ. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്ത. അവൻ ആർക്കാ ദൈവം നല്ലവൻ? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ഇന്ന് രാത്രി നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം. നീ നല്ല ഹൃദയത്തോടെ കർത്താവിനെ ഭജിക്കണം. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, കരുതുവാൻ, ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ. ലോകത്തിൽ ആരോടും പിണങ്ങരുതെന്ന്. സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കേ. ഹൃദയം നല്ലതാകണം. അതാ ആസാവ് പറയാ, കർത്താവ് തന്നെ പറഞ്ഞത്, അവൻ ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നത്. നല്ല ഹൃദയം. ഇന്ന് രാത്രി നല്ല ഹൃദയം. ആ ഹൃദയത്തിൽ യേശുവിനെ ഏറ്റെടുക്കണം. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. ആ പരിശുദ്ധനാകുന്ന ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഉള്ളത്തിൽ ഏറ്റെടുക്കണം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ആസാഫ് അങ്ങനെ പാടിയത്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ തൂക്കികൾ ബഹുമതിലിടറിയുള്ളം തുല്യം. പുഷ്ടിയാലും ദിനകങ്ങളില്ലേ അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയത് വ്യർത്ഥം, തീരെ വ്യർത്ഥം. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നത് അറിയണം, വെളിയിൽ വരണം. അതിനാണ് തമ്പുരാൻ ഇവരെ 38 കൊല്ലം ഇട്ട് കറക്കിയത്. ഇന്ന് രാത്രി ഞാൻ ആ പോയിന്റ് പറഞ്ഞങ്ങ് നിർത്തുക. ദൈവം അനുവദിക്കുകയാണെങ്കിൽ, അന്ന് നടത്തിപ്പുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി ആ യോഗത്തിന് ദൈവം അനുവദിച്ചാൽ പ്രസംഗിക്കും. മറക്കരുത്, ഇവിടുന്നായിരിക്കും അവിടെ തുടങ്ങുന്നത്. ദൈവം, കാരണം ഇത് മുഖവരെ ആയതേ ഉള്ളു. ഇത് അടുത്ത യോഗത്തിന് പറഞ്ഞാലും തീരുവെന്ന് തോന്നുന്നില്ല. അതിൻ്റെ നടത്തിപ്പ് പോലെ നമുക്ക് ബാക്കി അവിടെ ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിക്കേ. ആമേൻ, സ്തോത്രം. നമ്മുടെ ഹൃദയം നന്നാകട്ടെ. ആമേൻ. ആരോടും പകയും വിദ്വേഷവും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഹൃദയം നന്നാകണം. ആ ഹൃദയത്തിൽ യേശു ആമൻ വസിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. അങ്ങനെ രക്ഷിക്കപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെട്ടാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആ കർത്താവിന് ഇന്ന് രാത്രി ഹൃദയം ഒന്ന് കൊടുത്ത് എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല ദേശത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. രോഗിയായി ക്ഷീണതയായി നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല. അവിടുന്ന് താൻ ഇരിക്കും പോലെ തന്റെ അടുത്ത് നമ്മളെ കൊണ്ടിരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അനാഥനായി വിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം. അവിടുന്ന് പോകാൻ നേരത്ത് പറഞ്ഞ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നും നിന്റെ കൂടെയുള്ളൊരു ദൈവം, നല്ല ദൈവം. യേശു നല്ലവൻ, യേശു മഹത്വമുള്ളവൻ, യേശു ഉന്നതൻ, യേശു മഹിമയുള്ളവൻ, യേശു ശ്രേഷ്ഠൻ. യേശു നിന്നെ രക്ഷിക്കും. ആ രക്ഷിതാവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആ പഴയ പാട്ടിന്റെ 2 വരി കൈ അടിച്ചൊന്ന് പാടാം. ഇതുവരെ ഞാൻ തന്നെയല്ലേ പാടിക്കൊണ്ടിരുന്നത്. നിങ്ങളൂടെ ചേർന്ന് നാളെ നമുക്ക് വൈകിട്ട് ഇവിടെ യോഗമില്ലല്ലോ. അപ്പം 2 ശീലെ എല്ലാവരുടെ കൈ അടിച്ച് എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇരുന്നാ മതി. കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർ ഇറങ്ങിപ്പോകും. അപ്പം ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. അത്യാവശ്യമുള്ളവർ എഴുന്നേറ്റ് പൊക്കോണം. അപ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ആരൊക്കെയാണ് പോകുന്നത്. പരിചയമുള്ളവർ വല്ലവരും വന്നാൽ എനിക്ക് പിന്നെ പറയാൻ, ഞാൻ കണ്ട് നടന്നു പോകുന്നത്. എന്നാൽ ഇതുവരെ നിങ്ങൾ സഹകരിച്ചല്ലോ, നന്ദി. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് സന്തോഷിച്ച് പോയി വിശ്രമിക്കാൻ ദൈവം കൃപ നൽകട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട് പറയുവീ. വാഗ്ദത്തം പോലവൻ ഇന്നിമൊക്കെയും അനുതാപത്തോടെ പറയുവീ. ഓ പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും, പാപം പോക്കിടും,
വന്നിടുവി. മഹത്വരാജനായി നിന്നിലേക്ക് നമ്മൾ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കൈകളടിച്ച് ചേർന്ന് മഹത്വരാജനായി നിന്നിലേക്ക് നമ്മൾ എഴുന്നള്ളിയിടട്ടെ. ഓ ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേരായി ക്രൂശിൽ മരിച്ചുവല്ലോ. ഓ ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേരായി ക്രൂശിൽ മരിച്ചുവല്ലോ. ഓ വീണ്ടെടുക്കുവാൻ നിൻവിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ നിൻവിലയേകുവാൻ. ഓ ജീവരക്തയേകനായി സ്ഫോരിച്ചുവല്ലോ, ജീവരക്തയേകനായി സ്ഫോരിച്ചുവല്ലോ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവി. ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവി. ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, മാറ്റം വെച്ചിരുന്നു. അവനുടേകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ഓ ലാസർ മരിച്ചവനായിരുന്നു, കൈയടിച്ച് ചേർന്ന് അവനുടേകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഓ മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ, മരണബന്ധനങ്ങളെ വിട്ടുപോരുവീ. അവൻ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ആ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. അവൻ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ. ഓ മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും ഈ ശുശ്രൂഷയിൽ സഹകരിച്ച പ്രായമുള്ള മാതാക്കളും പിതാക്കന്മാരും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വളരെ നന്ദി ചൊല്ലുന്നു. കർത്താവിന്റെ ദാസന്മാരും സഹകരിച്ചു. എല്ലാവർക്കും നന്ദി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഇതുവരെ നിൽക്കുന്നത് ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ഓർക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയിലും ഒക്കുന്നെങ്കിൽ സഭയെ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ താഴ്മയോടെ ഓൺലൈനിലൊക്കെ ഉള്ളവരോട് വല്ല അപേക്ഷിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ടാണ് ദൈവം ഇതുവരെ നിർത്തിയത്. ഇനിയുമെല്ലാം നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ആവശ്യമാണ്. അത് അപേക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും സഹകരിച്ചതിന് നന്ദി. ഇതുവരെ സഹകരിച്ചല്ലോ. ഒരു 2 മിനിറ്റ് കൂടെ എഴുന്നേറ്റൊന്ന് നിന്ന് ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഇന്നും എന്നേ